കർത്താവിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ സഭ ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങൾ കുടുംബ ഭദ്രത മാസമായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണല്ലോ. മക്കൾ മഹാദാനം, പതിരാവരുത് ഈ കതിരുകൾ എന്ന പ്രമേയത്തിൽ കുടുംബ ഭദ്രത മാസം ആചരിക്കുന്ന മാസങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുകയാണ്. നമ്മുടെ കുടുംബങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി തീരണം. കുടുംബം വളരെ ശ്രേഷ്ഠമായി കഴിയുമ്പോൾ സഭയും സമൂഹവും നല്ലതാകും എന്ന് നമുക്കറിയാം. ഇന്ന് നമ്മൾ കൂട്ടായി ചിന്തിക്കുന്നത് കുടുംബത്തിൻ്റെ ചിന്തകളും ഒരു പുതിയ നിയമ പുസ്തകത്തിലെ കുടുംബത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് കുടുംബജീവിതം എങ്ങനെ ഭംഗിയാക്കാം എന്നതിനെ പറ്റിയാണ് ഇന്ന് അല്പസമയം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾക്കേവർക്കും പരിചിതമായ പുതിയ നിയമത്തിലെ ഒരു കുടുംബമാണ് സക്കറിയ പുരോഹിതനും എലിസബത്ത്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ കുടുംബത്തെ പറ്റി വിവരിച്ചിരിക്കുന്നത്. സക്കറിയായും എലിസബത്തും. സക്കറിയാബെന്ന് പറയുന്ന ആള് ഒരു പുരോഹിതനായിരുന്നു. അബിയാക്കൂറിൽ പെട്ട പുരോഹിത ഗണത്തിൽപ്പെട്ട ആളായിരുന്നു. ഇസ്രായേലിൽ ധാരാളം പുരോഹിത ഗണങ്ങളുണ്ടായിരുന്നു. 8-ാമത്തെ ഗണത്തിൽപ്പെട്ട ഒരു ആളായിരുന്നു സക്കറിയ പുരോഹിതൻ. എലിസബത്ത് എന്ന് പറയുന്ന മഹിള അഹറോന്റെ പൗരോഹിത്യ പിന്തുടർച്ചക്കാരിയായിരുന്നു. അപ്പൊ 2 പേരും പുരോഹിത കുടുംബത്തിൽ നിന്ന് ഉള്ളവരായിരുന്നു. ഐശ്വര്യപൂർണമായ ഒരു കുടുംബജീവിതം അതുകൊണ്ട് തന്നെ ഇവർക്ക് നയിക്കുവാൻ സാധിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സക്കറിയ എലിസബത്ത് ദമ്പതികളെ പറ്റി അവരുടെ ഒരു സവിശേഷത ഇവിടെ നമ്മൾ വായിക്കുന്നത് 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. എലിസബത്തും സക്കറിയായും കർത്താവിൻ്റെ കൽപ്പനകളെ അണുവിട തെറ്റാതെ പാലിക്കുന്നവരായിരുന്നു. അതിന് അവർക്ക് കഴിഞ്ഞത് തീർച്ചയായിട്ടും അവരുടെ ഈ പൗരോഹിത്യ പാരമ്പര്യമാണ് എന്ന് കരുതാവുന്നതാണ്. കാരണം അവരുടെ കുടുംബത്തിൽ പ്രാർത്ഥനകളും ആരാധനകളും നിറഞ്ഞു നിന്ന കുടുംബത്തിൽ നിന്നും വന്നവരായിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഇവരുടെ കുടുംബത്തിൽ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. ആ പ്രയാസം എന്താണെന്നാണ് അടുത്തത് പറയുന്നത്. എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും വളരെ നല്ല ജീവിതം നയിച്ചവരായിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകളെ നല്ല രീതിയിൽ പാലിക്കുന്നവരായിരുന്നു. എങ്കിലും ദൈവം അവർക്കൊരനുഗ്രഹത്തെ കൊടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരാം. ദൈവത്തെ ആരാധിക്കുന്ന നീതിമാനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം എന്തുകൊണ്ട് അനുഗ്രഹങ്ങൾ കൊടുക്കാതിരിക്കുന്നു? അപ്പോൾ ഇതിനോടുള്ള നമ്മുടെ പ്രതികരണം
വ്യത്യസ്ത തരത്തിലായിരിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ അതിനോടുള്ള പ്രതികരണം വ്യത്യസ്ത തരത്തിലായിരിക്കും. എന്നാൽ ഇവരുടെ പ്രതികരണം വീണ്ടും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് തന്നെ ജീവിക്കുക എന്നുള്ളതായിരുന്നു. ഇസ്രായേലുകാരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ മക്കളില്ല എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ശാപമായിട്ട് കരുതിയിരുന്ന ഒരു സമൂഹമായിരുന്നു. പ്രത്യേകിച്ചും ഒരു പുരോഹിതന് ദൈവാനുഗ്രഹം ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം താമസിക്കുന്ന സമൂഹത്തിൽ നിന്നുള്ള നിന്ദയും പരിഹാസവും സ്വീകരിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരും. പ്രത്യേകിച്ചും എലിസബത്തിന്റെ കാര്യത്തിലും നിന്ദയും പരിഹാസവും സ്വീകരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിഹാസത്തിന് ഇവരെ വിട്ടുകൊടുത്തു? ദൈവം എന്തിന് ഇവർക്ക് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന മനോഹരമായ ഈ അനുഗ്രഹം കൊടുക്കാതിരുന്നു? ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഉയർന്നു വരുന്ന ചോദ്യങ്ങളാണ്. നീതിമാൻ എന്തുകൊണ്ടാണ് കഷ്ടമനുഭവിക്കുന്നത് എന്നൊരു ചോദ്യം വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം മുഴങ്ങിക്കേൾക്കുന്നതാണ്. എന്തുകൊണ്ടാണ് നീതിമാന്റെ ജീവിതത്തിൽ ദുഃഖങ്ങളും കഷ്ടങ്ങളും ഉണ്ടാകുന്നത്? അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനേക്കാൾ നീതിമാനായി ഒരാളും ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷെ യേശുക്രിസ്തുവാണ് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾക്കും കഷ്ടതകൾക്കും വിധേയനായി ഈ ലോകത്തിൽ നിന്നും പോയത്. കഷ്ടത അനുഭവിക്കുന്നവരുടെ മാതൃക എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. എന്നാൽ എന്നേക്കും ഈ കഷ്ടങ്ങളിൽ നിലനിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നീതിമാന്മാരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അവരെ കൂടുതൽ പരിശുദ്ധിയിലേക്ക് കൊണ്ടുപോകുവാനുള്ള അവസരം ദൈവം കൊടുക്കുന്നതാണ്. പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വൈഷമ്യങ്ങൾ നേരിടുന്നു എന്നുണ്ടെങ്കിൽ അത് അവനെ സെയിന്റ് ആക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് വേണം നമ്മളതിനെ കരുതുവാൻ. ഒരു ചൂളയിൽ കൂടി കടന്നുപോയാൽ മാത്രമേ അത് വളരെ പരിശുദ്ധമായി തീരുകയുള്ളൂ. നമുക്കറിയാം, സ്വർണം ചൂളയിൽ കൂടി കടന്നുപോയെങ്കിൽ മാത്രമേ അതിൻ്റെ പരിശുദ്ധി കൂടുതൽ ഉണ്ടാകുകയുള്ളൂ. ഇതേപോലെ ഒരു മനുഷ്യനെ പരിശുദ്ധനാക്കി മാറ്റാനുള്ള ഒരു പ്രക്രിയയാണ് ആ മനുഷ്യന്റെ ജീവിതത്തിലെ വൈഷമ്യങ്ങളും പ്രയാസങ്ങളുമെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ആ പ്രശ്നത്തോടുള്ള നമ്മുടെ പ്രതികരണം വളരെ നല്ലതായിരിക്കും. മറിച്ച് നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും നമ്മളെ തകർക്കുവാനാണെന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതം വളരെ ദുഃഖകരമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ചിന്ത എപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമ്മളെ കൂടുതൽ ഊർജ്ജസ്വലരാക്കുവാനും കൂടുതൽ അനുഗ്രഹങ്ങൾ തരുന്നതിനു വേണ്ടിയുമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മളെ പലപ്പോഴും പല തിരസ്കരണം കൊണ്ടും ദൈവം നമ്മളെ പരീക്ഷിക്കുവാൻ സാധ്യതയുണ്ട്. സങ്കീർത്തനക്കാരൻ 13-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം 3-ാം വാക്യം, യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും, നീ എത്രത്തോളം നിന്റെ മുഖം ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും. ഇത് സങ്കീർത്തനക്കാരൻ്റെ ഒരു വിലാപമാണ്. ദൈവമേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും, നിന്റെ മുഖം കാണാതെ വണ്ണം എത്രത്തോളം നീ മറയ്ക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മുഖം മറയ്ക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ദൈവമുഖം മറച്ചതല്ലായിരിക്കാം, സാഹചര്യങ്ങൾ അങ്ങനെ നമുക്ക് തോന്നിച്ചതായിരിക്കാം. നമുക്കറിയാം, സൂര്യൻ എന്ന് പറയുന്നത് സ്ഥിരമായി നിൽക്കുന്ന ഒരു ഗ്രഹമാണ്. പക്ഷേ സൂര്യന്റെ പ്രകാശം എപ്പോഴും നമുക്ക് ലഭിക്കുന്നില്ല. അത് സൂര്യന്റെ കുഴപ്പം കൊണ്ടല്ല,
മറിച്ച് ഭൂമിയുടെ കറക്കം കൊണ്ടും അല്ല എങ്കിൽ മേഘങ്ങൾ വന്ന് മൂടുന്നത് കൊണ്ടും ആയിരിക്കും. അതുകൊണ്ട് സൂര്യൻ എപ്പോഴും നമ്മളെ പ്രകാശം തരുവാൻ ആഗ്രഹിക്കുന്നത് പോലെയും ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ചില കാർമേഘങ്ങൾ അല്ലെ നമ്മളുടെ സ്ഥിരതയില്ലായ്മ പലപ്പോഴും ദൈവത്തിൻ്റെ മുഖം മറച്ചു എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാക്കും. മൂന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ്: എൻ്റെ ദൈവമായ യഹോവേ, കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ, ഞാൻ നിദ്ര പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഇത് മനോഹരമായ ഈ സങ്കീർത്തനക്കാരൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ടാഗോറിൻ്റെ ഗീതാഞ്ജലി എന്ന് പറയുന്ന ആ കാവ്യത്തിൽ ടാഗോർ ഈശ്വരൻ നടത്തിയ നിരാസങ്ങളെ പറ്റി ഇപ്രകാരമാണ് പറയുന്നത്: എൻ്റെ ആഗ്രഹങ്ങൾ നിരവധിയും വിലാപം ദയനീയവുമാണെങ്കിലും പരുഷമായ നിരാസങ്ങളിലൂടെ അങ്ങെന്നെ എപ്പോഴും പരിരക്ഷിച്ചു. ഇപ്പൊ ഇവിടെ പരിരക്ഷിച്ചു എന്നാ പറയുന്നത്. അങ്ങെന്നെ നിരസിച്ചത് എന്നെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. എൻ്റെ ആഗ്രഹങ്ങൾ നിരവധിയായിരുന്നുവെങ്കിലും പരുഷമായ നിരാസങ്ങളിലൂടെ അങ്ങെന്നെ പരിരക്ഷിച്ചു. ആ കരുത്തറ്റ കാരുണ്യം എൻ്റെ ജീവനിലേക്ക് ഒഴുകിച്ചേർന്നു കഴിഞ്ഞു. അപ്പൊ അദ്ദേഹത്തെ രക്ഷിച്ചതായിട്ട് അദ്ദേഹം പറയുന്നു. ഈ നിരസങ്ങളൊക്കെ, ഈ തിരസ്കരണങ്ങളൊക്കെ തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി ആണ് എന്ന് ടാഗോർ പറയുന്നത്. വീണ്ടും അദ്ദേഹം പറയുകയാണ്: ആവശ്യപ്പെടാതെ തന്നെ ഓരോ ദിവസവും എന്നെ ഈ ലളിതവും ഗഹനവുമായ പാരിതോഷികങ്ങൾ കൊണ്ട് അങ്ങ് അർഹനാക്കുന്നു. അപ്പം നിരാസങ്ങളൊക്കെ ഒരു പാരിതോഷികമായിട്ടാണ് ടാഗോർ കാണുന്നത്. തിരസ്കരണങ്ങളെയൊക്കെ പാരിതോഷികങ്ങളായിട്ടാണ് ടാഗോർ മനസ്സിലാക്കിയത് എന്ന് വേണം പറയുവാൻ. ഓരോ ദിവസവും നിരന്തര നിരാസത്തിലൂടെയും സമ്പൂർണ്ണ സ്വീകാര്യത്തിന് അങ്ങനെ അർഹനാക്കി തീർക്കുന്നു. ദുർബലവും അനിശ്ചിതവുമായ ആഗ്രഹങ്ങളിൽ നിന്ന് തന്നെ പരിരക്ഷിക്കുന്നു. അപ്പൊ ഈ നിരാസങ്ങളൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ദുർബലങ്ങളും അനിശ്ചിതങ്ങളുമായ നമ്മുടെ ആഗ്രഹങ്ങളെയാണ് ദൈവം നിരസിച്ചു കളഞ്ഞത്. അപ്പോൾ നീതിമാന്റെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്നത് അവന്റെ ജീവിതത്തെ കൂടുതൽ പരിശുദ്ധിയിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് ദൈവം ഈ നിരാസങ്ങളൊക്കെ നമുക്ക് തരുന്നത് എന്ന് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതം വളരെ മനോഹരമായി മാറും. മറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ദുഃഖകരമായിരിക്കും എന്നുള്ള കാര്യം നമ്മളെ മനസ്സിലാക്കണം. ഉണ്ട് തങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു അനുഗ്രഹം കൊടുക്കാതിരുന്നു. പക്ഷെ ഈ അനുഗ്രഹം കൊടുക്കാതിരിക്കുന്നതിന് ദൈവത്തിന് വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു. ദൈവത്തിന് തെറ്റുപറ്റത്തില്ലല്ലോ. ദൈവത്തിന് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ആ ലക്ഷ്യമെന്ന് പറയുന്നത് യോഹന്നാനെ പോലെയുള്ള ഒരു മകനെ കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. കാലതാമസം ദൈവം വരുത്തിയതിൻ്റെ കാരണം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മകനെ കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ആവശ്യങ്ങളൊക്കെ ദൈവം പലപ്പോഴും നിരസിക്കുന്നുവെന്ന് നമുക്ക് തോന്നിയാലും അത് നിരസിക്കുന്നത് അതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് നൽകുന്നതിന് വേണ്ടിയാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയേക്കാം ദൈവം എന്നെ നിരസിച്ചുവെന്ന്. എന്നാൽ അല്പം കൂടെ ആഴമായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ആ നിരാസങ്ങളൊക്കെ കൂടുതൽ അനുഗ്രഹത്തിന് വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ദൈവം നിരസിച്ചത് കൂടുതൽ അനുഗ്രഹത്തിന് വേണ്ടിയായിരുന്നു. യോഹന്നാനെ പോലെയുള്ള ഒരു മകനെ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ദീർഘകാലം ഒരു പ്രിപ്പറേഷന് അവരെ ഒരുക്കിയത്. ദൈവത്തിന്റെ ദാനമായിട്ട് യോഹന്നാനെ കൊടുക്കുന്നതിന് വേണ്ടി ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു ഈ ദീർഘകാലം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദൈവം ഒരിക്കലും അനുഗ്രഹം തരുവാനും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും താമസിക്കാറില്ല. സൺഡേ സ്കൂളിൽ ഒരു ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിപ്പിക്കുന്ന വിഷയം അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കുന്നതാണ്. അപ്പോൾ വളരെ നാടകീയമായി
ഈ സൺഡേ സ്കൂൾ ടീച്ചർ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, അബ്രഹാം ഇസഹാക്കിനെ കയ്യും കാലും കെട്ടി യാഗപീഠത്തിന്റെ മേൽ വെച്ചു. അബ്രഹാം വാളെടുത്ത് ഓങ്ങി. അപ്പോൾ ദൈവം വിളിച്ചു, മാലാഖ വിളിച്ചു. അപ്പൊ ഈ ഓങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കൊച്ചുകുട്ടി അവിടെ ഇരുന്നു ഭയങ്കരമായി അങ്ങ് കരഞ്ഞു. അപ്പോൾ ടീച്ചർ ചോദിച്ചു, എന്താ കുഞ്ഞുവാവ കിടന്ന് കരയുന്നത്? ഏതായാലും അബ്രഹാം ഇസാഖിനെ ദൈവം രക്ഷിച്ചില്ലേ, പിന്നെന്തിനാ കരയുന്നത്? അപ്പൊ കുഞ്ഞുവാവ പറഞ്ഞു, ഈ മാലാഖ അല്പമെങ്കിലും താമസിച്ചു പോയിരുന്നെങ്കിൽ. അപ്പൊ ടീച്ചർ, മാലാഖമാരൊരിക്കലും താമസിക്കാറില്ല. അതിൻ്റെതായ സമയത്ത് മാലാഖമാർ ഇടപെട്ടിരിക്കും. മാലാഖമാർ നമ്മൾ പേടിക്കുന്നത് പോലെ ഒരിക്കലും താമസിക്കാറില്ല. നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ ആവശ്യം വരുന്നോ അപ്പോഴൊക്കെ ദൈവം ഇടപെട്ടിരിക്കും. ഒരിക്കലും അത് താമസിക്കാറില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി തീരാനുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിലും പ്രസക്തമാണ്. എലിസബത്ത് സക്കറിയ ദമ്പതിമാരുടെ കുടുംബജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നു. ആ പ്രതിസന്ധിയെ അവര് വളരെ ധൈര്യപൂർവം നേരിട്ടു. അതിന് പ്രധാനമായ ഒന്നാമത്തെ കാരണം അവരുടെ പ്രാർത്ഥനയായിരുന്നു. നമുക്കറിയാം, സക്കറിയ പുരോഹിതൻ അർപ്പിക്കാൻ ചെന്നപ്പോൾ യാഗപീഠത്തിന്റെ വലത്തുഭാഗത്ത് മാലാഖ വന്ന് നിൽക്കുന്നതും മാലാഖ അവനോട് പറഞ്ഞതുമായ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. എന്താ മാലാഖ പറഞ്ഞത്? സക്കറിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അപ്പോൾ അവര് തുടർച്ചയായി ഈ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ പ്രാർത്ഥന തുടർച്ചയായി നടത്തേണ്ടി വന്നു. പ്രാർത്ഥിച്ച ഉടനെയൊന്നും ദൈവം മറുപടി കൊടുത്തില്ല. തുടർച്ചയായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ പ്രതിസന്ധിയിൽ, ആ പ്രാർത്ഥനയിൽ ദൈവം ഉത്തരം കൊടുത്തു. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നമുക്ക് അവലംബിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമെന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനയിലും ആരാധനയിലും കൂടി ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കുടുംബത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. പ്രാർത്ഥനയിൽ നമുക്ക് പലപ്പോഴും ഇതിൻ്റെ മറുപടി ലഭിക്കും. പ്രാർത്ഥനയിലാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. നമുക്കറിയാം, സക്കറിയാവിന് ദൈവത്തിൻ്റെ ദർശനം കിട്ടിയത് പ്രാർത്ഥനയുടെ സമയത്താണ്. കന്യക മറിയാമിന് ദൈവിക ദർശനം അനുഭവിക്കാൻ സാധിച്ചത് പ്രാർത്ഥനയുടെ സമയത്താണ്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും നമ്മുടെ ശ്ലീബായുടെ പ്രഭാത നമസ്കാരത്തിൽ കന്യക മറിയാമിന് എപ്പോഴാണ് ദൈവത്തിന്റെ ദർശനം കിട്ടിയതെന്നത് നമ്മൾ പാട്ടിന്റെ രൂപത്തിൽ ചൊല്ലുന്നുണ്ട്. പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ മുമ്പിൽ മറിയ നിന്നപ്പോൾ അഗ്നിമയനായ ഒരു ദൂതൻ അകത്തിയെന്ന് മറിയമിനോട് സംസാരിച്ചു. അപ്പോൾ പ്രാർത്ഥനയുടെ സമയത്താണ് ഈ ദൂതൻ മറിയമിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് മറിയമിനോട് സംസാരിച്ചത്. സക്കറിയാവ് യാഗമർപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ദൂതൻ സക്കറിയാവിനോട് സംസാരിച്ചത്. അപ്പൊ ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹമുണ്ട്. അതിന് ചെവിയോർക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ കാതുകളെ തുറക്കണം. ദൈവം നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു അവസരം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആ അവസരമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമുക്കറിയാം, ഏത് കാര്യത്തിനും കുറച്ച് ക്രമീകരണങ്ങളുണ്ട്. ആ ക്രമീകരണങ്ങൾ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഫലപ്രാപ്തി ഉണ്ടാകുകയുള്ളൂ.
അപ്പോൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള ചുറ്റുവട്ടങ്ങളെല്ലാം ക്രമീകരിച്ച് അത് മാത്രമേ ദൈവത്തിൻ്റെ ദർശനം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഏലിയ പ്രവാചകൻ വാലിൻ്റെ പ്രവാചകന്മാരെ നശിപ്പിക്കുന്ന സന്ദർഭത്തിൽ ആദ്യമായി യാഗം നടത്താൻ വേണ്ടി ധാരാളം ഒരുക്കങ്ങൾ നടത്തി കഴിഞ്ഞപ്പോഴാണ് യാഗപീഠത്തിൽ ദൈവത്തിൻ്റെ തീ ഇറങ്ങി യാഗവസ്തുവിനെ ദഹിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനുള്ള ഒരു ഒരുക്കം, ആ പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും 3 തരത്തിലുള്ള മറുപടി ലഭിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മളൊരു നിരാസമായിരുന്നു. പ്രാർത്ഥനയ്ക്ക് നോ എന്നും യേസ് എന്നും വെയിറ്റ് എന്നും മറുപടി ലഭിക്കും. നമുക്കറിയാം, യേസ് എന്നുള്ളൊരു മറുപടി വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ഹിസ്കിയാവ് രാജാവിന് മരിക്കത്തക്കതായ രോഗം പിടിപെട്ടു. ഹിസ്കിയാവ് ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. പ്രവാചകൻ ഹിസ്കിയാവിനോട് പറഞ്ഞു, നിന്റെ ആയുസ് നീട്ടിത്തരാൻ പോകുകയാണ്. മരിക്കത്തക്കതായ രോഗം പിടിപെട്ടു. മരണത്തിന്റെ ഭയത്തിൽ കൂടി കടന്നുപോയപ്പോൾ ഈ ഹിസ്കിയാവ് ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. പ്രവാചകൻ ഹിസ്കിയാവിനോട് പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തന്നിരിക്കുന്നു. നിനക്ക് 15 വർഷം കൂടി ആയുസ് തരാൻ പോകുകയാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ലഭിക്കുകയും ചെയ്യും. എന്നാൽ നോ എന്നുള്ളൊരു മറുപടി പലപ്പോഴും ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ മാറിക്കിട്ടാൻ വേണ്ടി യേശുവിനോട് പലവട്ടം പ്രാർത്ഥിച്ചു എന്നാ പറയുന്നത്. പക്ഷെ പൗലോസിനുള്ള മറുപടി നോ എന്നായിരുന്നു. നമുക്കറിയാം, പരിശുദ്ധനായ പൗലോസ് ശ്ലീഹയെ പോലെ യേശുക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്തിട്ടുള്ളത് വിരളമാണ്. പക്ഷേ ഈ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹയോട് യേശുവിൻ്റെ മറുപടി വേണ്ട, നിനക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നായിരുന്നു. പക്ഷെ അതിനോട് ചേർന്ന് വളരെ സ്വാന്തനിപ്പിക്കുന്ന ഒരു വചനം കൂടി ദൈവം കൊടുത്തു. നമ്മളോട് എപ്പോഴെങ്കിലും വേണ്ട എന്ന് ദൈവം പറഞ്ഞാൽ അതിനെ തരണം ചെയ്യാനുള്ള ഒരു കൃപയും കൂടെ ദൈവം തന്നിട്ടോ അത് പറയുകയുള്ളൂ. എന്താ ദൈവം പറഞ്ഞത്? എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി. നിന്റെ ഈ പ്രശ്നം മാറണ്ട, പക്ഷേ ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരാത്ത ചില സന്ദർഭത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായാൽ മതി. അപ്പോൾ ആ സാന്ത്വനിപ്പിക്കുന്ന ആ വചനമാണ് നമുക്ക് ലഭിക്കേണ്ടത്. ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ സാധിക്കും. ദൈവം നമ്മുടെ കൂടെ നടക്കാനുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പിന്നെന്താ പ്രശ്നം? മൂന്നാമതൊരു ആൻസർ വെയിറ്റ് എന്നാണ്. നീ അല്പം ക്ഷമിക്കണം. നമുക്കിവിടെ എലിസബത്ത് സക്കറിയ ദമ്പതികളുടെ കാര്യത്തിൽ ക്ഷമിക്കണം എന്നുള്ള മറുപടിയാണ്. നീ അല്പം കൂടി ക്ഷമിക്കണം, അല്പം കൂടി ക്ഷമിക്കൂ എന്നുള്ള ഒരു മറുപടി ആണ് അവർക്ക് ലഭിച്ചത്. പലപ്പോഴും ദൈവം നമുക്ക് ആ മറുപടി തരുന്നുണ്ട്. ക്നാനായക്കാരി സ്ത്രീയോടും യേശുക്രിസ്തു ആദ്യം ചില നിരാസങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ക്ഷമിക്കൂ എന്നുള്ള ഒരു സന്ദേശമാണ് അതിൽ കൂടി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെ ക്ഷമിക്കാൻ ദൈവം പറഞ്ഞാൽ ദൈവം വലിയൊരു അനുഗ്രഹം തരാൻ വേണ്ടി ഒരുങ്ങുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, ഡിലേ ബ്രിങ്സ് ഡബിൾ ബ്ലെസ്സിങ്സ്. താമസം ഇരട്ടി അനുഗ്രഹങ്ങൾ തരുന്നതിനു വേണ്ടിയാണ്. അതുകൊണ്ട് പ്രാർത്ഥന ജീവിതത്തിലെ വൈഷമ്യങ്ങളെ തരണം ചെയ്യുവാൻ, പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ആയുധം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്.
നമ്മുടെ കുടുംബജീവിതം നയിക്കുന്നവരാണ് നമ്മളെല്ലാവരും. കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനം പ്രാർത്ഥനയ്ക്കാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. യേശുക്രിസ്തു ശിഷ്യന്മാരും കൂടി ഒരു പടകിൽ യാത്ര ചെയ്യുകയായിരുന്നു. യേശുക്രിസ്തു പടകിന്റെ അമരത്ത് കിടന്നിങ്ങനെ ഉറങ്ങുകയാണ്. ശിഷ്യന്മാര് തണ്ടുവലിക്കുന്നു. പക്ഷെ പെട്ടെന്ന് തടാകത്തിന്റെ മട്ടുമാറി, കാറ്റും കോളും ആഞ്ഞടിച്ചു, വഞ്ചി മറിയാൻ തുടങ്ങി. ശിഷ്യന്മാർ വളരെയധികം ഭയപ്പെട്ടുപോയി. ഉടനെ ശിഷ്യന്മാർ യേശുവിനെ തട്ടി ഉണർത്തി, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഉടനെ യേശു എഴുന്നേറ്റു, കാറ്റിനെയും കടലിനെയും ശാസിച്ചമർത്തി പടക് സുഗമമായി മുന്നോട്ട് നീങ്ങി. എന്താ? യേശു പടകിലുണ്ടായിരുന്നത് കൊണ്ട് ആ പടകിലിന് നേരിടേണ്ടി വന്ന അപകടങ്ങളിൽ നിന്നും യേശു രക്ഷിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ യേശു പടകിലുണ്ടായിരുന്നത് കൊണ്ട് കാറ്റടിക്കാതിരുന്നില്ല, ഓളങ്ങൾ ഉണ്ടാകാതിരുന്നില്ല. ഓളങ്ങളുമുണ്ടായി, കാറ്റുമുണ്ടായി, പടക് മറിയുന്ന അവസരവും വന്നു. യേശു പടകിൽ ഉണ്ടായിരുന്നിട്ട് പോലും. എന്നാൽ ഈ പടക് മുങ്ങിപ്പോയില്ല എന്നുള്ളതാണ് യേശു ഉണ്ടായിരുന്നതിൻ്റെ പ്രയോജനം. ഇപ്പൊ യേശു നമ്മുടെ ജീവിതത്തിന്റെ പടകിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായാലും അതിനെ അതിജീവിക്കുവാനും യേശുവിൻ്റെ കൃപയാൽ നമുക്ക് സാധിക്കും. ഒരു കുടുംബ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഒരു പടകിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഈ ലോകമാകുന്ന സമുദ്രത്തിലെ ഒരു പടകിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ലോകത്തിൻ്റെതായ ഓളങ്ങൾ, വൈഷമ്യങ്ങൾ ധാരാളം വന്ന് ഈ പടകിൽ ആഞ്ഞടിക്കും. അവിടെ യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ പടക് സുഗമമായിട്ട് മുന്നോട്ട് പോകും. അപ്പൊ പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമേ യേശുവിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉറപ്പിക്കാനൊക്കുകയുള്ളൂ. ആരാധനയും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ മാത്രമേ യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ ഉണ്ടാകുകയുള്ളൂ. ആരാധനയും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ യേശു നമ്മുടെ കൂടെ ഉണ്ടാകും. യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ പടക് മുങ്ങിപ്പോകുകയില്ല. ഇത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പരിശുദ്ധനായ പത്രോസ് ലീഗയുടെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ 7-ാം വാക്യം ഭർത്താക്കന്മാരോടുള്ള ഒരു നിർദ്ദേശം പറയുകയാണ്. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടുകൂടി ഭാര്യമാരോടുകൂടെ വസിക്കണം. ആ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതെ ഭാര്യയും ഭർത്താവും ചേർന്ന് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിത പടക് വളരെ ഭംഗിയായി മുന്നോട്ട് പോകും. നിങ്ങളെ തോബിത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ട്, നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ ഉള്ളതാണ് തോബിത്ത്. ഈ തോബിത്ത് എന്ന് പറയുന്ന പുസ്തകത്തില് തോബിയാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകൻ, തോബിത്തിന്റെ മകൻ തോബിയാസ്, അദ്ദേഹം സാറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വിവാഹത്തിന്റെ രാത്രിയിൽ അന്ന് ഒരു പ്രാർത്ഥന നടത്തിയിട്ടാണ് അവരെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. രാത്രിയിൽ തോബിയാസ് സാറയോട് പറഞ്ഞു, സാറ എഴുന്നേൽക്ക്, സഹോദരി നീ എഴുന്നേൽക്കൂ, നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. രണ്ടുപേരും എഴുന്നേറ്റിരുന്ന് വിവാഹത്തിന്റെ അന്ന് തന്നെ രണ്ടുപേരും പാതിരാത്രിയിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് തങ്ങളുടെ ജീവിതം ആരംഭിച്ചത്. തോബിയത്തിന്റെ പുസ്തകം 8-ാം അധ്യായം 4-ാം വാക്യത്തിൽ തോബിയാസ് സാറയോട് പറയുകയാണ്, സോദരി എഴുന്നേൽക്കൂ, കർത്താവിന് നമ്മുടെ മേൽ കരുണയുണ്ടാകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന വീണ്ടും തുടരുന്നത് ഇങ്ങനെയാണ്. 7-ാം വാക്യത്തിൽ, കർത്താവേ, ഞാൻ കാമത്തോടെയല്ല വിശ്വസ്തയോടാണ് എൻ്റെ ഈ സഹോദരിയെ ഇപ്പോൾ സ്വീകരിക്കുന്നത്. എന്നോട് കരുണയുണ്ടാകണമേ. ഞാനും ഇവളും ഒരുമിച്ച് വാർദ്ധക്യം വരെ ജീവിക്കുവാൻ ഇടയാകണമേ. ഞാനും ഇവളും ഒരുമിച്ച് വാർദ്ധക്യം വരെ ജീവിക്കുവാൻ
ഇടയാകണമേ. വിവാഹത്തിൻ്റെ അന്നു രാത്രിയിൽ യേശുവിനോട് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് അവർ ജീവിതം ആരംഭിച്ചത്. യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം പ്രാർത്ഥനയ്ക്ക് കൊടുക്കണം. ആരാധനയില്ലാത്തൊരു ജീവിതം പലപ്പോഴും പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നമ്മളെ പ്രാപ്തരാക്കുകയില്ല എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്കറിയാം 127ഉം 128ഉം സങ്കീർത്തനങ്ങൾ രണ്ടും കുടുംബ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട സങ്കീർത്തനങ്ങളാണ്. 127-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. അപ്പൊ നമ്മുടെ ഭവനങ്ങൾ പണിയേണ്ടത് ദൈവമാണ്. 128-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അവന് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയാമോ? നല്ല സ്വഭാവമുള്ള ഒരു ഭാര്യ, നല്ല സ്നേഹമുള്ള മക്കൾ. ഇതാണ് കിട്ടുന്നത്. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യന് ലഭിക്കുന്ന കുടുംബം വളരെ മനോഹരമായ ഒരു കുടുംബമായിരിക്കും. എങ്ങനെ യഹോവയെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ യഹോവയുടെ കൽപ്പനകളെ ഇഷ്ടപ്പെട്ടതിനെ ആചരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഉള്ള ഒരു ഭവനത്തിന് വളരെ ഐശ്വര്യം ദൈവം കൊടുക്കും. അവന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും അവന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയുമായിരിക്കും എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തെ ദൈവം അവന് കൊടുക്കുമെന്നുള്ളതാണ്. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതാകണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന കുടുംബത്തിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ കുടുംബം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുകയുള്ളൂ. 81-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നത്, നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാം, ഞാൻ അതിനെ നിറയ്ക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കുക, നിന്റെ വായ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിക്കൂ, നിനക്ക് ആവശ്യമായതെല്ലാം ഞാൻ തരും. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കുക, നിന്റെ വായ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറക്കൂ, ദൈവം നിനക്ക് അനുഗ്രഹങ്ങൾ തരും. ആ സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ 16-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ പാറയിൽ നിന്നും തേൻ കൊണ്ട് നിന്നെ തൃപ്തി വരുത്തും. ഞാൻ പാറയിൽ നിന്നും തേൻ കൊണ്ട് നിന്നെ തൃപ്തി വരുത്തും. പാറ എന്ന് പറയുന്നത് ഒരു ഹാർഡ് സബ്സ്റ്റൻസ് ആണ്, നമുക്കറിയാം. തേൻ എന്ന് പറയുന്നത് വളരെ സ്വീറ്റസ്റ്റ് ആണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഞാൻ പാറയിൽ നിന്നും തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തും. പാറയെ പോലെ ഹാർഡായ നിന്റെ ജീവിതത്തെ വളരെ സ്വീറ്റസ്റ്റ് ആയിട്ട് ഞാൻ മാറ്റും. ദൈവീയ ആരാധനയുള്ള മനുഷ്യന്റെ ജീവിതത്തിലെ പാറയെ പോലെ കടുപ്പമുള്ള പ്രശ്നങ്ങളെ വളരെ മധുരമുള്ളതാക്കി ഞാൻ മാറ്റിത്തരും. നിന്റെ വായ് വിസ്താരത്തിൽ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പാറയെ പോലെ കടുപ്പമുള്ള നിന്റെ വിഷയങ്ങളെല്ലാം വളരെ മധുരമുള്ളതാക്കി ഞാൻ മാറ്റിത്തരും. നമ്മുടെ ദൈവത്തിൽ പ്രാർത്ഥനകളാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹം തരുന്നത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പൊ പ്രാർത്ഥന ജീവിതത്തിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. പ്രാർത്ഥനയിൽ കൂടി മാത്രമേ നമ്മുടെ ജീവിത പടക് മുങ്ങാതെ മുന്നോട്ട് പോകുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ കുടുംബജീവിതത്തിൽ സക്കറിയ എലിസബത്തിന്റെ ജീവിതത്തിലെ കുടുംബജീവിതത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിന്റെ അവസാനത്തിൽ നല്ലതായി മാറിയത് ഇവരുടെ നിരന്തരമായ പ്രാർത്ഥനയായിരുന്നു. 2, കുടുംബജീവിതം വിജയിക്കണമെന്നുണ്ടെങ്കിൽ ത്യാഗപൂർവമായ സ്നേഹമുണ്ടായിരിക്കണം. സ്നേഹമല്ല, ത്യാഗം നിറഞ്ഞ സ്നേഹമുണ്ടായിരിക്കണം. നമുക്ക് സ്നേഹമില്ലാത്തവരല്ല നമ്മളാരും, പക്ഷെ ആ സ്നേഹത്തിന് ഒരു ത്യാഗമില്ല എന്നുള്ളതാണ്. കുടുംബജീവിതത്തിൽ വിജയം വരിക്കണമെന്നുണ്ടെങ്കിൽ നിഷ്കപടമായ സ്നേഹം, വികാരഭരിതമല്ലാത്ത സ്നേഹം, ത്യാഗമുള്ള സ്നേഹം ഈ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് വളരെ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ എലിസബത്ത്
സക്കറിയ ദമ്പതികളിൽ ഇതുണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ കരുതുവാൻ. കാരണം എലിസബത്ത് പുത്രഭാഗ്യമില്ലാത്തവളായിരുന്നത് കൊണ്ട് ഇസ്രായേലിന്റെ നിയമമനുസരിച്ച് ഇവളെ വിവാഹമോചനം ചെയ്യുവാൻ സക്കറിയായ്ക്ക് അധികാരമുണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ യഹൂദന്മാരുടെ ചിന്തയനുസരിച്ച് മക്കൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണ്, ദൈവത്തിന്റെ ദാനമാണ്. അത് ലഭിക്കാൻ വേണ്ടി ഇല്ല എങ്കിൽ ഇവളെ വിവാഹമോചനം ചെയ്യാം. പക്ഷേ സക്കറിയ ചെയ്തില്ലെന്നുള്ളതാണ്. അതിന്റെ കാരണം എന്താണ്? ഈ സക്കറിയായിക്ക് തൻ്റെ ജീവിതത്തിലെ പ്രശ്നത്തെ ത്യാഗം പൂർവമായി കാണുവാൻ സാധിച്ചു എന്നുള്ളതാണ്. മനുഷ്യബന്ധങ്ങൾക്ക് വില കൽപ്പിച്ച ഒരു മനുഷ്യനായിരുന്നു സക്കറിയാവ്. അതാണ് അതിന്റെ കാരണം. മനുഷ്യബന്ധങ്ങൾക്ക് വില കൽപ്പിച്ച മനുഷ്യൻ. അതുകൊണ്ട് തന്നെ തൻ്റെ ഭാര്യയിൽ ചില കുറവുകൾ ഉണ്ടായിരുന്നിട്ടും അവളെ ഉപേക്ഷിക്കുവാൻ ഈ മനുഷ്യൻ തയ്യാറായില്ല. അപ്പൊ സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താണ്? ത്യാഗപൂർവമായ സ്നേഹമെന്ന് പറഞ്ഞാൽ കുറവുകളും ബലഹീനതകളും ഉണ്ടെങ്കിലും സ്നേഹിക്കുവാൻ കഴിയുന്നതാണ് ത്യാഗപൂർണമായ സ്നേഹമെന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ അങ്ങനല്ല. ഞാനും നിങ്ങളുമൊക്കെ കുറവുണ്ടെങ്കിൽ അവരെ വെറുക്കുവാനാണ് ശ്രമിക്കുന്നത്, ബലഹീനതയുള്ളവരെ തള്ളിക്കളയുവാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ബലഹീനവും കുറവുള്ളതുമായ ഒരു മനുഷ്യനെ സ്നേഹിക്കുമ്പോഴാണ് അത് ത്യാഗപൂർണമായ സ്നേഹമായി മാറുന്നത്. ഈ സക്കറിയ പുരോഹിതൻ എലിസബത്തിന്റെ ആ കുറവിനെ പരിഗണിക്കാതെ അവളെ സ്നേഹിച്ചു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കറിയാം, എഫേസ്യ ലേഖനം 5-6 അധ്യായങ്ങളില് വിവാഹത്തെ ഭർത്താക്കന്മാരും ഭാര്യമാരും കുട്ടികളും എന്തൊക്കെ ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ പറ്റിയുള്ള കാര്യമാണ് പറയുന്നത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 23 മുതൽ 6-ാം അധ്യായം 4 വരെയുള്ള വാക്യങ്ങള് ഭർത്താവ് എങ്ങനായിരിക്കണം, ഭാര്യ എങ്ങനായിരിക്കണം, മക്കൾ എങ്ങനായിരിക്കണം. ഇത് വിവാഹ ശുശ്രൂഷയിൽ നമ്മൾ ശ്ലീഹ ലേഖനം വായിക്കുന്ന ഒരു വേദഭാഗമാണ്. അവിടെ ഭർത്താക്കന്മാരെ പറ്റി പറയുന്നത് 5-ാം അധ്യായം 25-ാമത്തെ വാക്യം, ഭർത്താക്കന്മാരെ ക്രിസ്തുവും നമ്മെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിപ്പീൻ. ക്രിസ്തു എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത്, അതുപോലെ ഭാര്യമാരെ സ്നേഹിക്കണം. ക്രിസ്തു സഭയെ സ്നേഹിച്ചത് എങ്ങനെയാണ്? എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നതാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബലഹീനതകളെയോ കുറവുകളെയോ വകവയ്ക്കാതെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഇതേപോലെ ഭാര്യയ്ക്ക് ഭർത്താവിനെ സ്നേഹിക്കുവാൻ, ഭർത്താവിന് ഭാര്യയെ സ്നേഹിക്കുവാൻ കഴിയണം എന്നുള്ളതാണ് പറയുന്നത്. വീണ്ടും പറയാം, ഭർത്താക്കന്മാരെ തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. എന്താ പറഞ്ഞ കാര്യം? ഒരു വിവാഹത്തിൽ കൂടി ഭാര്യയും ഭർത്താവും ഏക ശരീരമായി മാറുന്നു. അവർ രണ്ടല്ല ഒന്നാകുന്നു. പരിശുദ്ധ പൗലോസ് വീണ്ടും പറയുന്നു, അവർ രണ്ടല്ല ഒന്നാകുന്നു. ഇത് വലിയൊരു രഹസ്യമാണ്, നമുക്ക് മനസ്സിലാകാത്ത രഹസ്യമാണ്. 1+1 വീണ്ടും 1. ഇതാണ് രഹസ്യം എന്ന് പറയാൻ കാര്യം. പൗലോസ് ഇതിനെ വിളിക്കുന്ന പേര്, ഇതൊരു മിസ്റ്ററിയാണ്, ഒരു രഹസ്യമാണ്. കാരണം ഒന്നും നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് 2 എന്നാണ്. അത് 1+1=1 പറയുമ്പോൾ അതിനകത്ത് എന്തോ ഒരു രഹസ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂദാശകൾക്കെല്ലാം വിളിക്കുന്ന പേര്, കൂദാശകളെ പൊതുവെ നമ്മൾ വിളിക്കുന്ന പേര് രഹസ്യമെന്നാണ്. കാരണം നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ വയ്യാത്ത ചില കൃപാവരങ്ങള് ഈ കൂദാശകളിലേക്ക് പ്രവഹിക്കുന്നുണ്ട്. വിവാഹ ശുശ്രൂഷയിൽ കൂടി നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ വയ്യാത്ത ചില കൃപകൾ ഈ 2 വ്യക്തികളിലും ഇറങ്ങിയിട്ടാണ് ഇവർ രണ്ടുപേരും ഒരു ശരീരമായി മാറിയിരിക്കുന്നത്. അപ്പം ഏക ശരീരമാകുമ്പോൾ സ്നേഹിക്കേണ്ടി വരും. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുമ്പോൾ ഭർത്താവിനെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുമ്പോൾ ഭാര്യയെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും തൻ്റെ സ്വന്തം ശരീരത്തെ ദേക്ഷിക്കുന്നില്ലല്ലോ. ഇത് വളരെ വലിയൊരു രഹസ്യമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ത്യാഗപൂർണമായ ഒരു സ്നേഹമെന്ന് പറഞ്ഞാൽ തന്നെ തന്നെ മറന്ന് തൻ്റെ ഭാര്യയെ സ്നേഹിക്കുക.
ഇതാണ് ത്യാഗപൂർണമായ ബലഹീനതകളോ കുറവുകളോ നോക്കാതെ സ്നേഹിക്കുക എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ കുടുംബജീവിതങ്ങളൊക്കെ ഇന്ന് മരിച്ച കുടുംബജീവിതങ്ങളാണ്. യൊനോസ്കോ എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു നാടകകൃത്തുണ്ട്. എം ബി അപ്പൻ എന്ന് പറയുന്ന കേരളത്തിലെ പ്രശസ്തനായ ഒരു നിരൂപകൻ ഈ യൊനോസ്കോയുടെ നാടകത്തെ പറ്റി ഇപ്രകാരം പറഞ്ഞു. ഈ നാടകം ഇങ്ങനെയാണ്, ആ നാടകത്തിന്റെ പേര് പ്രകാരമാണ് അമേധ അല്ലെങ്കിൽ ഇതെങ്ങനെ ഒഴിവാക്കാം. മരിച്ച ദാമ്പത്യ ജീവിതത്തെ പറ്റി പറയുന്ന ഒരു കഥയാണിത്. അമേധ അല്ലെങ്കിൽ ഇതെങ്ങനെ ഒഴിവാക്കാം. അമേധ എന്ന് പറയുന്ന ഭർത്താവും മാദ്ലൈൻ എന്ന് പറയുന്ന ഭാര്യയും, ഇവരുടെ വീട്ടിൽ വർഷങ്ങളായി ഒരു മൃതശരീരമുണ്ട്. 15 വർഷമായി ഒരു മൃതശരീരം അവരുടെ വീട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ മൃതശരീരം ഓരോ ദിവസവും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വളർന്ന് 15ാമത്തെ വർഷം ഈ മൃതശരീരം വളർന്ന് മുറിയിൽ അടച്ചിട്ടിരുന്ന വാതിലുകളെ കവർന്ന് ഈ ഭാര്യയും ഭർത്താവും ഇരിക്കുന്ന മുറിയിലേക്ക് വന്നു. കാലുകൾ നീണ്ടു വരികയാണ്. ക്രമേണ കാലുകൾ നീണ്ട് വീടിന് പുറത്തേക്ക് പോയി. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. ഈ വീടെന്ന് പറയുന്നത് മരിച്ച ദാമ്പത്യ ജീവിതത്തിന്റെ പ്രതീകമാണ്. വീട്ടിലെ അലസ്വരങ്ങൾ വളർന്ന് വീടിന് പുറത്തേക്ക് പോകുകയാണ്. ഇവര് തമ്മിൽ കൂടുതൽ സംസാരിക്കാറില്ല. പുറത്തെ ലോകവുമായിട്ട് ഇവർക്ക് ബന്ധമില്ല. അപ്പോൾ ഒരു ദിവസം ഈ അമേധ വീടിനെ പറ്റി ഒരു സങ്കല്പം പറഞ്ഞു. നമ്മുടെ വീട് പ്രകാശത്തിന്റെ വീടാണ്. എന്ത് പറഞ്ഞാലും ഓപ്പോസിറ്റ് പറയുന്നതാണ് ഈ സ്ത്രീ. അപ്പോൾ അമേധ പറഞ്ഞു, നമ്മുടെ വീട് പ്രകാശത്തിന്റെ വീടാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ വീട് കണ്ണാടി ചില്ലുകൾ കൊണ്ടുള്ള വീടാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ വീട് പ്രകാശത്തിന്റെയും ആഹ്ലാദത്തിന്റെയും വീടാണ്. ഇതായിരുന്നു അമേധയുടെ സങ്കല്പം. വീട് പ്രകാശത്തിന്റെയും ആഹ്ലാദത്തിന്റെയും വീടാണ്. പക്ഷെ എന്ത് പറഞ്ഞാലും ഓപ്പോസിറ്റ് പറയുന്ന ഈ സ്ത്രീ അങ്ങനെയല്ല, നമ്മുടെ വീട് പിത്തള കൊണ്ടുള്ള വീടാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ വീട് സന്തോഷമില്ലായ്മയുടെയും അദാര്യതയുടെയും വീടാണ് എന്നാണ് അവൾ പറയുന്നത്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഈ അമേധ ഭാര്യയോട് ചോദിക്കുകയാണ്, നമ്മൾ സ്നേഹിച്ചിരുന്നെങ്കിൽ, യഥാർത്ഥമായി നമ്മൾ സ്നേഹിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒഴിവാക്കാമായിരുന്നു. ശരിയല്ലേ? നമ്മൾ സ്നേഹിച്ചിരുന്നെങ്കിൽ, അവിടെ വീണ്ടും ഒരെണ്ണം കൂടെ ഉണ്ട്, യഥാർത്ഥമായി നമ്മൾ സ്നേഹിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒഴിവാക്കാമായിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിലെ ഏത് പ്രശ്നങ്ങളെയും എങ്ങനെ ഒഴിവാക്കാം? നമ്മൾ സ്നേഹിച്ചിരുന്നെങ്കിൽ, യഥാർത്ഥമായി സ്നേഹിച്ചിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളെ ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ ഇവളുടെ മറുപടി അങ്ങനെയല്ല. സ്നേഹം ക്ലേശങ്ങളെ സഹിക്കുവാൻ ശക്തി തരത്തില്ലെന്നാണ് ഇവള് പറയുന്നത്. അങ്ങനെയല്ല, ആത്മാർത്ഥമായ സ്നേഹം ക്ലേശങ്ങളെ സഹിക്കുവാനുള്ള ശക്തി തരും. നമ്മൾ ഈ സ്നേഹം കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? കൊരിന്ത്യ ലേഖനത്തിൽ 13-ാം അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാകും. സ്നേഹത്തിന്റെ പ്രത്യേകത അത് ക്ഷമിക്കും, സാർത്ഥതയില്ലാത്തതാണ്, ചീർക്കുന്നതല്ല. അപ്പോൾ യഥാർത്ഥമായ സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നത്തെ ക്ഷമയോട് കണ്ട് ഈ വീടിനെ വളരെ ഭംഗിയായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. ത്യാഗപൂർണമായ ഒരു സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ കുടുംബം വളരെ ഭംഗിയായി മുന്നോട്ട് പോകുകയുള്ളൂ. ഓ ഹെൻറി എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ എഴുത്തുകാരൻ്റെ വളരെ മനോഹരമായ ഒരു കഥയുണ്ട്. ക്രിസ്മസ് സമ്മാനം എന്നാണ് അതിന്റെ പേര്. ആ ക്രിസ്മസ് സമ്മാനത്തിൽ പറയുന്നത് ഈ പാശ്ചാത്യ രാജ്യങ്ങളിലെ കഥയാണല്ലോ. പാശ്ചാത്യ രാജ്യങ്ങളിൽ ക്രിസ്മസിന് പരസ്പരം സമ്മാനം കൊടുക്കുന്ന രീതിയുണ്ട്. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും, ഭാര്യയുടെ പേര് ഡെല്ല, ഭർത്താവിൻ്റെ പേര് ജിമ്മി. ഇവർ രണ്ടുപേരും വലിയ സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലേ അല്ല, തീരെ സാമ്പത്തിക ശേഷി കുറഞ്ഞൊരു ഭവനം. പക്ഷേ ക്രിസ്മസിന് പരസ്പരം സമ്മാനം കൊടുക്കണം. ഭാര്യ വിചാരിച്ചു, എൻ്റെ ഭർത്താവിന് ഞാൻ എന്താണ് സമ്മാനം കൊടുക്കേണ്ടത്? ഭാര്യയും ഭർത്താവും പരസ്പരം അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. എന്തായാലും ക്രിസ്മസിന്റെ അന്ന് ഭർത്താവ് മനോഹരമായ ഒരു ഷീപ്പും മേടിച്ചോണ്ടാണ്, ഒരു സ്ലൈഡും മേടിച്ചോണ്ടാണ് വീട്ടിലേക്ക് വരുന്നത്. സ്ലൈഡ് മേടിച്ച് വീട്ടിലോട്ട് വന്നിട്ട്, ഡെല്ലേ വന്നേ, നിനക്ക് മനോഹരമായ ഒരു സ്ലൈഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നിന്റെ ആ നീണ്ട മുടിയിൽ കുത്താൻ. സ്ലൈഡ് മേടിച്ചിട്ട് ഡെല്ലയുടെ മുടി നോക്കണം. ഡെല്ലയ്ക്ക് മുടിയില്ല, മുടി മുറിച്ചു കളഞ്ഞു.
അപ്പം ഡെല്ല പറഞ്ഞു, പോട്ടെ സാരമില്ല, എന്നാൽ അങ്ങയുടെ വാച്ച് ഇങ്ങോട്ട് തന്നെ, വാച്ചിന് ചെയിനൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നല്ലോ, അങ്ങയുടെ വാച്ചിന് ഒരു മനോഹരമായ ചെയിൻ ഞാൻ മേടിച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിൽ വാച്ചില്ല, വാച്ച് വിറ്റിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയാവോ? വാച്ച് വിറ്റിട്ടാണ് മുടിയേൽ കുത്താനുള്ള സ്ലൈഡ് മേടിച്ചത്, മുടി വിറ്റിട്ടാണ് വാച്ച് കെട്ടാനുള്ള ചെയിൻ മേടിച്ചത്. അപ്പോൾ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചില കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് തൻ്റെ പ്രിയപ്പെട്ടവൾക്കോ പ്രിയപ്പെട്ടവനോ വേണ്ടി ചില സാധനങ്ങൾ മേടിച്ചത്. ഇതാണ് ത്യാഗം. അന്നത്തെ അവരുടെ ക്രിസ്മസ് ഏറ്റവും മനോഹരമായിരുന്നെന്നാണ് പറയുന്നത്. സമ്മാനം ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിലും ആ സമ്മാനം മേടിച്ചതിൻ്റെ ഉള്ളിലെയുള്ള ആ ത്യാഗം, അന്നത്തെ അവരുടെ ക്രിസ്മസ് വളരെ മനോഹരമായിരുന്നു. ഇതാണ് ത്യാഗം നിറഞ്ഞ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുകയുള്ളൂ. വിട്ടുവീഴ്ചകൾ ചെയ്യുവാനും കുറവുകൾ കണ്ടാൽ ക്ഷമിക്കുവാനും ഉള്ള ഒരു രീതി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുകയുള്ളൂ. 25 വർഷം വളരെ ഭംഗിയായി കുടുംബജീവിതം നയിച്ച ഒരു മനുഷ്യനോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ എത്ര ഭംഗിയായി കുടുംബജീവിതത്തെ കൊണ്ടുപോയി, ഒരു ബഹളവും വഴക്കവും ഒന്നുമില്ലല്ലോ, എന്താ ഇത്, അതിൻ്റെ കാരണം എന്താണ്? അയാൾ പറഞ്ഞു, ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഭാര്യയുടെ ഒരു സ്വഭാവം മനസ്സിലാക്കി. അവൾ എന്ത് പറഞ്ഞാലും ഓപ്പോസിറ്റ് പറയും. അന്ന് ഞങ്ങളൊരു തീരുമാനമെടുത്തു, വഴക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പം തന്നെ ഞാൻ അരമണിക്കൂർ നടക്കാൻ പോകും. നടന്നിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് പ്രശ്നമില്ല, ഇല്ലാതാണ്. അപ്പം ഞാൻ ഇന്ന് വരെ 25 വർഷമായിട്ട് നടപ്പ് ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല എൻ്റെ. അപ്പം എന്നും പ്രശ്നമാണ്, പക്ഷേ ആ പ്രശ്നത്തെ അവരെ അതിജീവിക്കുന്നത് വ്യത്യസ്ത മാർഗങ്ങളിൽ കൂടിയാണ്. അപ്പം കുടുംബങ്ങൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ വിട്ടുവീഴ്ചകളും മറ്റു മനുഷ്യന്റെ കുറവുകളെയും പരിഗണിക്കാതെ അവരെ സ്നേഹിക്കുവാൻ കഴിയുക എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ ദൈവവും ഇസ്രായേലും പറ്റി പറയുന്നത് ഈ ഒരു ദാമ്പത്യ ജീവിതം പോലെയാണല്ലോ. ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭാര്യയാണ് എന്നുള്ള ചിന്തയാണ്. അതിനെപ്പറ്റി പറയുന്ന ഒരു പുസ്തകമാണ് ഹോശയ്യ എന്ന് പറയുന്ന പ്രവാചകന്റെ പുസ്തകം. ഹോശയ്യ പ്രവാചകന്റെ ഭാര്യ പിണങ്ങിപ്പോയി. ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച് ഈ തൻ്റെ ഭർത്താവിനെ വിട്ട് പലയിടത്ത് കറങ്ങി നടന്ന ഈ ഭാര്യയെ ദൈവം തന്നെ പറഞ്ഞിട്ട് വില കൊടുത്ത് അവളെ മേടിച്ചുകൊണ്ട് വരുന്നതായിട്ടാണ് ഹോശയ്യ പ്രവാചകൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി അവളെ സ്വീകരിക്കുവാൻ ഹോശയ്യാവിനോട് യഹോവ പറയുകയാണ്. ഇതുപോലെയാണ് നമ്മളെ സഭയെ ദൈവം സ്വീകരിക്കുന്നത് എന്നാണ് പറയുന്നത്. പോട്ടെ, അപ്പം നമ്മുടെ രണ്ടാമത്തെ കാര്യം നമ്മൾ പറയുന്നത്, ത്യാഗപൂർണമായ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബജീവിതം വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഭർത്താക്കന്മാർ ഭാര്യയോട് സ്നേഹപൂർവം പെരുമാറണം. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കണം. സ്വന്തം ശരീരമെന്ന പോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. ഇത് ഭർത്താക്കന്മാർക്ക് മാത്രമല്ല, ഭാര്യമാരും ചെയ്യേണ്ട കാര്യമാണ്. തിരിച്ചും മറിച്ചും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഭാര്യമാരോട് എന്താണ് പറയുന്നത്? എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഭാര്യമാരോട് പറയുകയാണ്, ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ഭാര്യമാരോട് പൗലോസ്ലീഹായുടെ ഒരു നിർദ്ദേശമാണ്, നിങ്ങൾ കർത്താവിന് എന്ന പോലെ, സഭ യേശുക്രിസ്തുവിനെ എങ്ങനെ വിധേയപ്പെട്ടിരിക്കുന്നു അതുപോലെ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. ഇപ്പം ചിലർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പദമല്ല ഈ കീഴടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ചും ഇന്നത്തെ ഫെമിനിസ്റ്റ് തിയോളജിയൊക്കെ വളരെ വിപുലമായ കാലഘട്ടത്തിൽ, സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങളൊക്കെ വളരെ ശക്തമായ കാലഘട്ടത്തിൽ കൂടി പോകുമ്പോൾ ഈ കീഴടങ്ങുക എന്നുള്ള പദം പലപ്പോഴും നമുക്ക് അത്ര ഒരു പിടിക്കുന്ന ഒരു പദമല്ല. പക്ഷെ ഇവിടെ ആ കീഴടങ്ങുക എന്നുള്ള പറഞ്ഞതിൻ്റെ അർത്ഥം ഭർത്താവ് ഭാര്യയെ കീഴ്പ്പെടുത്തി ഭരിക്കുക എന്നുള്ളതല്ല, മറിച്ച് യേശുക്രിസ്തു
പരിശുദ്ധനായ പൗലോസ് നേരത്തെ പറഞ്ഞതുപോലെയും ഇവർ രണ്ടുപേരും ഒരു ശരീരമാകുന്നു. പക്ഷേ ഒരു കുടുംബം വളരെ ഭംഗിയായി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ലീഡർ ആവശ്യമാണ്. അപ്പോൾ ഭർത്താവിനെ ഒരു കുടുംബത്തിന്റെ നായകൻ എന്ന് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ പരസ്പരം ആശയവിനിമയങ്ങൾ വേണ്ട, ഒരാൾ പറയുന്നത് കേൾക്കണമെന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ സുഗമമായ മുന്നോട്ടുള്ള പോക്കിനു വേണ്ടി യേശുക്രിസ്തുവിനെ നമ്മൾ എങ്ങനെ വിധേയപ്പെട്ടിരിക്കുന്നു അതേപോലെ ഭാര്യമാർ ഭർത്താക്കന്മാരോട് വിധേയപ്പെട്ടിരിക്കണം. പക്ഷെ ഇവർ രണ്ടും ഒരു ശരീരമാണ് താനും. നമുക്കറിയാം, വിവാഹമെന്ന് പറയുന്ന കൂദാശയെ ആദ്യമായി ഏർപ്പെടുത്തിയത് ദൈവമാണ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടിട്ട് ആദമിന് വേണ്ടി ഒരു കൂട്ടാളിയെ ദൈവം സൃഷ്ടിച്ചുണ്ടാക്കി എന്നാണ് പറയുന്നത്. അത് അവന്റെ തന്നെ രൂപത്തിലും ഛായയിലും യഥാർത്ഥത്തിൽ തക്ക തുണകളെ നോക്കിയെന്നാ പറയുന്നത്. ദൈവം സൃഷ്ടിച്ചിട്ടുള്ള മറ്റെല്ലാ ജീവജാലങ്ങളിലും മനുഷ്യനെ പറ്റിയ ആളിനെ ദൈവം തെരഞ്ഞിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ദൈവമാണ് മനുഷ്യന് പറ്റിയ ഒരാളിനെ കൊടുത്തത്. പക്ഷെ അതപ്പം എവിടുന്നാ എടുത്തത്? വാരിയല്ലിൽ നിന്നാണ് എടുത്തത്. വാരിയൽ എന്ന് പറയുന്ന അത് ഏത് ഭാഗത്തായത്? ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരവയവമാണ് വാരിയൽ എന്ന് പറയുന്നത്. വാരിയൽ എന്ന് പറയുന്നത് ഹൃദയത്തെ കവർ ചെയ്യുന്ന ഒരു ഭാഗമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ യഹോവയായ ദൈവം ഭാര്യയെ മനുഷ്യന് വേണ്ടി എടുത്തത് അവന്റെ ഹൃദയത്തോട് ചേർന്ന് നിന്ന ഒരു വാരിയല്ലിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? ഭാര്യ ഭർത്താവിന്റെ ഹൃദയത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം. ഭാര്യയും ഭർത്താവും ഒരേ മനസ്സും ഒരേ ആഗ്രഹവും ഉള്ളവരായിരിക്കണം. അതാ ദൈവം ഉദ്ദേശിച്ചത്. തന്റെ ഹൃദയത്തോട് ചേർന്ന് നിന്ന അവയവത്തിൽ നിന്നും ദൈവം മനുഷ്യന് ഭാര്യയെ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഭാര്യ ഈ മനുഷ്യന് തുല്യനാണ്, മനുഷ്യന് സമനാണ്, ഒരേ ചിന്തയും ഒരേ വികാരവും ഉള്ളതാണ് എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് ഭാര്യ കീഴടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തുക എന്നുള്ളതല്ല, മറിച്ച് ഐക്യത്തോടു കൂടി ഒരു കുടുംബത്തിന്റെ നല്ല നടത്തിപ്പിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് കർത്താവ് പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ കുടുംബജീവിതം വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ചില ആശയങ്ങൾ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഇവിടെ പറയുകയാണ്. പരിശുദ്ധ പത്രോസ് ശ്ലീഹയുടെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്: ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ ചേർന്നു വരുവാനിടയാകും. പറഞ്ഞതിന്റെ അർത്ഥം ഭാര്യമാര് ക്രൈസ്തവ വിശ്വാസത്തിൽപ്പെട്ട ആളായിരിക്കും, ഭർത്താക്കന്മാർക്ക് ആ ആശയങ്ങൾ ഇല്ലാതിരിക്കും. എന്നാൽ ഭാര്യ നല്ല രീതിയിൽ ജീവിതം നയിച്ചാൽ ഈ ഭർത്താവ് ഇവളുടെ ജീവിതം കണ്ടിട്ട് ഇവളോട് ചേർന്ന് നല്ല രീതിയിൽ പോകും. ഭാര്യയെ പറ്റി ഇവിടെ പറയുന്നത് നിർമ്മലമായ നടപ്പ്. ഭാര്യയുടെ നിർമ്മലമായ നടപ്പ് കണ്ടിട്ട് ഭർത്താവ് അവളോട് ചേരുമെന്നാ പറയുന്നത്. ഒരു ഭാര്യയ്ക്ക് വേണ്ടിയ നടപ്പെന്ന് പറയുന്നത് നിർമ്മലമായ ഒരു നടപ്പുണ്ടായിരിക്കണം. വീണ്ടും അവിടെ പറയുന്നത്, നിങ്ങളുടെ അലങ്കാരം മുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുതുമയുള്ളതല്ല. എന്തൊക്കെ വേണം? സൗമ്യത വേണം, സാവധാനതയുള്ള മനസ്സു വേണം. ഇതാണ് ദൈവസന്നിധിയിൽ വിലയേറിയത്. ഒരു ഭാര്യമാര് നിർമ്മലമായ നടപ്പും സൗമ്യതയും ഉള്ള വ്യക്തിയായിരിക്കണം. സൗമ്യതയും നിർമ്മലതയും ഉള്ളപ്പോൾ ദൈവം അവരെ, ആ ഭർത്താക്കന്മാര് ഈ ഭാര്യയോട് പറ്റിച്ചേരും. ഭാര്യമാർക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ നിർദ്ദേശം അവിടെ കൊടുക്കുകയാണ്. സദൃശ്യവാക്യങ്ങളിൽ നമ്മളെ സ്ത്രീകളെ പറ്റി വിവരിക്കുന്നത് സദൃശ്യവാക്യങ്ങൾ 14:1 സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു. ഒരു വീട് പണിയുന്നത്, സ്ത്രീ വീട് പണിയണമെന്നുണ്ടെങ്കിൽ അവൾക്ക് ജ്ഞാനം വേണം. വീട് പണിയാന്ന് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്
കല്ലോ മണ്ണുകൊണ്ടുള്ള വീടല്ല, മറിച്ച് ഒരു ഭവനത്തെ പണിയുന്നത് ആ ഭവനത്തിന്റെ ഗ്രഹനായികയാണ്. ജ്ഞാനമുള്ള സ്ത്രീക്ക് മാത്രമേ ഒരു നല്ല ഭവനത്തെ പണിയുവാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും സദൃശവാക്യങ്ങളിൽ പറയുന്നു, 12-ാമത്തെ വാക്യം, സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിനൊരു കിരീടമാണ്. സാമർഥ്യമുള്ള സ്ത്രീ, സാമർഥ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന സാമർഥ്യമല്ല, ഒരു ഭവനത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകുവാനുള്ള കഴിവ്. നമുക്കറിയാം, ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ 1-ാം പുസ്തകം 25-ാം അധ്യായത്തിൽ ഒരു വളരെ വിവേകിയും മതിയും ബുദ്ധിയുള്ളവളുമായ ഒരു സ്ത്രീയെ പറ്റി പറയുന്നുണ്ട്, അബീഗയിൽ. അബീഗയിലിന്റെ ഭർത്താവിന്റെ പേര് നാബാൽ എന്നായിരുന്നു. നാബാൽ എന്ന വാക്കിന്റെ അർത്ഥം ഭോഷൻ എന്നാണ്, വിഡ്ഢി എന്നാണ്. യഥാർത്ഥത്തിൽ പേര് പോലെ തന്നെ ഒരു ഭോഷനായ മനുഷ്യനായിരുന്നു ഈ നാബാൽ. പക്ഷെ ഈ ഭോഷനായ മനുഷ്യന് വിവേകിയും സുന്ദരിയുമായ ഒരു സ്ത്രീയെയാണ് ഭാര്യയായിട്ട് കിട്ടിയത്. ഇവളുടെ വിവേകത്തെ പറ്റി പറയുന്ന ഒരു വിഭാഗം, ദാവീദ് രാജാവ് ഭക്ഷണമില്ലാതെ വലഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നാബാലിന്റെ വീട്ടിൽ വലിയൊരു സദ്യ നടക്കുകയാണ്. ദാവീദ് രാജാവ് നാബാലിന്റെ വീട്ടിലേക്ക് ഒരാളിനെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇത്ര പേരുണ്ട്, ഞങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം തരണം. നാബാൽ അവരെ കളിയാക്കി, ദാവീദിനെ കളിയാക്കി വിട്ടു. ഇത് അറിഞ്ഞ അബീഗയിൽ വളരെ ബുദ്ധിപൂർവം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അബീഗയിലിന് അറിയാം ദാവീദ് വളരെ ശൗര്യമുള്ള ആളാണ്. ഇങ്ങനെ അപമാനിച്ചു വിട്ടതിനാൽ ദാവീദ് ഇവിടെ വന്ന് ഇതിന് പ്രതികാരം ചെയ്യും. അതുകൊണ്ട് അബീഗയിൽ നാബാൽ അറിയാതെ ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ട് ദാവീദിന്റെ അടുക്കലേക്ക് പോയി. വളരെ ബുദ്ധിമതിയും വിവേകമതിയുമായ ഒരു സ്ത്രീ ആയിരുന്നതുകൊണ്ട് ഒരു വലിയ അപകടത്തിൽ നിന്നും ഇവളുടെ ഈ പ്രവർത്തനം മൂലം ആ ഭവനം രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ സാമർഥ്യം എന്ന് പറയുന്നത് ഇതാണ്. സാമർഥ്യമുള്ള സ്ത്രീ ഒരു ഭവനത്തെ വളരെ മനോഹരമാക്കും. സാമർഥ്യമുള്ള സ്ത്രീ വീടിനെ നല്ല രീതിയിൽ പണിയും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും സദൃശവാക്യങ്ങൾ 31:10 പറയുന്നത്, സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലുമേറും. ഇത് 128-ാം സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ തന്നെയാണ്. സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് ലഭിക്കും? അവളുടെ വില മുത്തുകളിലും വലുതാണ്. ഇത് 128-ാം സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ആർക്കാ കിട്ടുന്നത്? സാമർഥ്യമുള്ള ഭാര്യയെ ആർക്കാണ് കിട്ടുന്നത്? യഹോവയുടെ കൽപ്പനകളിൽ ഇഷ്ടപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്നവനാണ് സാമർഥ്യമുള്ള ഭാര്യയെ ലഭിക്കുന്നത്. ഇപ്പൊ അങ്ങനെ ലഭിച്ചിട്ടില്ലെന്ന് ആർക്കെങ്കിലും തോന്നലുണ്ടെങ്കിൽ ഇന്നു മുതൽ പ്രാർത്ഥനാ ജീവിതത്തെ അല്പം കൂടെ മനോഹരമാക്കിയാൽ മതി, അവര് ചേഞ്ച് ആകും. ഭാര്യ വളരെ സാമർഥ്യമുള്ളവളായി മാറും, കഴിവുള്ളവളായി മാറും. അപ്പം ഭാര്യമാര് എങ്ങനെയാണ് വീട് പണിയുന്നത്, ഭാര്യമാരെങ്ങനെ ഭവനത്തിൽ ജീവിക്കണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഇവിടെ എടുത്ത് സൂചിപ്പിക്കുകയാണ്. ഭാര്യയും ഭർത്താവും വളരെ ഭംഗിയോടുകൂടി ജീവിതം നയിച്ചാൽ മാത്രമേ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കാൻ ഒക്കുകയുള്ളൂ. കത്തോലിക്ക സഭ ഒരു കുടുംബത്തെ പറ്റിയുള്ള ഒരു ചിത്രം ഇറക്കിയിട്ടുണ്ട്. ഒരു ക്രിസ്തു ചിത്രമാണ്. അത് ഈയിടെ ഞാൻ കാണാൻ സാധിച്ചു. അതിൻ്റെ പേര് ആത്മാവിൻ്റെ രക്ഷ എന്നാണ്. ആ ചിത്രത്തിൽ 2 കുടുംബങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു കുടുംബം തകർന്നു പോയ കുടുംബവും മറ്റൊരു കുടുംബം ദൈവത്തിൽ ആശ്രയിച്ചും നല്ലതായി ജീവിക്കുന്ന കുടുംബവും. ഒരു കുടുംബത്തിൽ എന്നും വഴക്കാണ്. ഭർത്താവ് എന്നും മദ്യം കുടിച്ചുകൊണ്ട് വീട്ടിൽ വരും വൈകിട്ട്. ഭാര്യ അതിന് പരാതി പറയും, ബഹളം വെക്കും, പ്രശ്നമാകും. കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം കിട്ടുന്നില്ല. കുട്ടികളെ ആവശ്യമില്ലാതെ ഈ ഭാര്യ കുട്ടികളെ അടിക്കും, കാരണം ഭർത്താവിനോടുള്ള ദേഷ്യം. അങ്ങനെ കുട്ടികൾക്ക് കുറച്ച് പ്രായമായി കഴിഞ്ഞപ്പോൾ കുട്ടികൾ എതിർത്ത് പറയാൻ തുടങ്ങി. കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറച്ചു കൊണ്ടുവന്നാൽ ഭാര്യയും ഭർത്താവും കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കാറില്ല, പക്ഷേ മാർക്ക് കുറഞ്ഞാൽ എടുത്തിട്ട് ശരിക്കും അടിക്കും. വർഷങ്ങൾ കഴിഞ്ഞു. ഇവിടുത്തെ ഈ മകൻ ധാരാളം പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടു, മദ്യപാനം മറ്റുള്ള പ്രശ്നങ്ങളിലൊക്കെ അകപ്പെട്ട് ജയിലിൽ കിടക്കുകയാണ്.
ജയിലിൽ കിടന്നുകൊണ്ട് ഈ മനുഷ്യൻ ചിന്തിക്കുകയാണ് തൻ്റെ തൊട്ടടുത്ത വീട്ടിലെ കുടുംബത്തെ പറ്റി. തൊട്ടടുത്തിലെ വീട്ടിലെ കുടുംബം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. അതിൻ്റെ കാരണം അവരുടെ ഭാര്യയും ഭർത്താവും വൈകുന്നേരം കുട്ടികളെ കൂടെ വിളിച്ചിരുത്തി പ്രാർത്ഥിക്കും. ഭർത്താവ് കൃഷിക്കാരനാണ്, ഭാര്യ കൃഷിയിൽ ഭർത്താവിനെ സഹായിക്കാൻ ചെല്ലും. കൊച്ചുകുട്ടികളെ കുരിശു വരയ്ക്കാൻ പഠിപ്പിക്കുന്നത് അമ്മയാണ്. കൊച്ചുകുട്ടി കുരിശു വരച്ചില്ലെങ്കിൽ കൈകൊണ്ട് എടുത്ത് കുരിശു വരപ്പിക്കാൻ പഠിപ്പിക്കും. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണത്തിനിരിക്കുകയും ഒരു കുട്ടി ഭക്ഷണത്തിന് മുമ്പുള്ള പ്രാർത്ഥന നടത്തുകയും ചെയ്യും. ഇതെല്ലാം പഠിപ്പിച്ചത് ഈ അമ്മയാണ്. സ്നേഹപൂർവ്വം കുട്ടികളോട് പെരുമാറും. ഇങ്ങനെ ഈ കുട്ടികൾ പഠിച്ചു വളരെ നല്ല നിലയിലെത്തി. എന്നിട്ട് ഈ വനത്തിലെ ഒരു കുട്ടി ഒരു സാമൂഹിക പ്രവർത്തകനായി ജയിൽ സന്ദർശനത്തിന് ചെല്ലുമ്പോഴാണ് ഈ തൊട്ടടുത്ത മദ്യപാനിയും ജയിലിൽ കിടക്കുന്ന മനുഷ്യനും ചെറുപ്പക്കാരനും കാണുന്നത്. അങ്ങനെ ഓരോന്നും അവൻ ഇങ്ങനെ ചിന്തിച്ച് അവനൊരു മാനസാന്തരം ഉണ്ടാകുന്നതായിട്ടാണ് ചിത്രം. യഥാർത്ഥത്തിൽ ശരിയല്ലേ? നമ്മുടെ ഭവനങ്ങളിലെ കുട്ടികൾ നശിച്ചു പോകുന്നതിന്റെ കാരണം എന്താണ്? നമ്മുടെ ഭവനത്തിൽ ചിട്ടയായ ഒരു പരിശീലനം കുട്ടിക്ക് കൊടുക്കുന്നില്ല. പ്രാർത്ഥിക്കുവാൻ കുട്ടികളെ പഠിപ്പിക്കാറില്ല. കുരിശു വരയ്ക്കാൻ കുട്ടികളെ പഠിപ്പിക്കത്തില്ല. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാറില്ല. അങ്ങനെ പ്രാർത്ഥിക്കുവാനും സ്നേഹപൂർവ്വം കുട്ടികളോട് പെരുമാറുവാനും തുടങ്ങുമ്പോൾ ഭവനം വളരെ മനോഹരമായി മാറും. ഭാര്യമാർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ പറയുകയാണ്. മക്കളെ പറ്റി പറയുമ്പം മക്കളെ പറ്റി ഇവിടെ പറയുന്നത് എഫേസ്യ ലേഖനത്തിൽ തന്നെ മക്കളെ പറ്റി പറയുന്നത് മക്കൾക്ക് പഥ്യോപദേശം കൊടുക്കണം, പക്ഷെ അവരെ പ്രകോപിപ്പിക്കരുത്. പരിശുദ്ധനായ പൗലോസ് പറയുന്നത് കുട്ടികൾക്ക് പഥ്യോപദേശം കൊടുക്കണം, പക്ഷെ അവരെ പ്രകോപിപ്പിക്കരുത്. പ്രകോപിപ്പിക്കുന്ന തരത്തിൽ അവരോട് പെരുമാറരുത്. ഒരു ഭാര്യ എങ്ങനെ ആയിരിക്കണമെന്ന് ഈ തിരുക്കുറൽ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു വിശുദ്ധ ബൈബിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന തിരുക്കുറൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥം എഴുതിയിരിക്കുന്ന തിരുവുള്ളവർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരിക്കൽ ഒരു മനുഷ്യൻ ചെന്ന് ചോദിച്ചു, കല്യാണം കഴിക്കുന്നതാണോ സന്യാസിയായി ജീവിക്കുന്നതാണോ അഭികാമ്യം? അദ്ദേഹം ഉടനെ മറുപടി പറഞ്ഞില്ല, ഒരു മണി എൻ്റെ കൂടെ കുറച്ചാൾ താമസിക്കാൻ നേരം മനസ്സിലാകുമെന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു ഭാര്യയുണ്ട്, വാസുകി എന്നാണ് അവരുടെ പേര്. അപ്പൊ ഒരു ദിവസം രാവിലെ പ്രഭാത ഭക്ഷണം കൊണ്ടുകൊടുത്തു, പഴുങ്കഞ്ഞിയാണ് കൊണ്ടുകൊടുത്തത്. ഈ തിരുക്കുറൽ പഴുങ്കഞ്ഞിക്കകത്ത് കൈയിട്ട് കുടിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തിരുക്കുറകൾ കിടന്ന് വെകളം. എൻ്റെ കൈ പൊള്ളുന്നേന്ന് പറഞ്ഞ് കിടന്ന് ഭയങ്കര വെകളം. ഉടനെ വാസുകി ഓടി വന്നിട്ട് ഈ മനുഷ്യന്റെ കയ്യേലും കഞ്ഞിക്കകത്തും വിശറിയിട്ട് വീശാൻ തുടങ്ങി. അന്നത്തെ ദിവസം കഴിഞ്ഞ് മറ്റൊരു ദിവസം നട്ടുച്ചയ്ക്ക് ഇരിക്കുകയാണ്. നട്ടുച്ചയ്ക്ക് ഇദ്ദേഹം ഇങ്ങനെ ഒരു തുണി നെയ്തുകൊണ്ടിരിക്കുകയാണ്. നെയ്തുകൊണ്ടിരുന്നപ്പം ഈ സുഹൃത്തും ഇരിപ്പുണ്ട്. നട്ടുച്ച നേരത്തെ ഇദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഇപ്പൊ ഭയങ്കര ഇരുട്ടാണ്, വിളക്ക് കൊണ്ടുപോവാ. ഉടനെ ഭാര്യ ഓടി വിളക്കും കൊണ്ടുവന്നു. അപ്പോൾ ഈ അപരിചിതന് മനസ്സിലായി, വാസുകിയെ പോലെയുള്ള ഒരു ഭാര്യയെ കിട്ടിയാൽ കുടുംബം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. അല്ലെങ്കിൽ വാസുകിയെ പോലെ എല്ലാവരും ആകാനല്ല പറഞ്ഞത്, പക്ഷെ വാസുകിക്ക് ഇയാളുടെ എല്ലാ ആവശ്യങ്ങളും ഇയാൾ പറയുന്നതിനെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മണ്ടത്തരം കൊണ്ട് പ്രവർത്തിക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ യഥാർത്ഥത്തിൽ മക്കളെയും ഇതുപോലെ തന്നെ പ്രകോപിപ്പിക്കാതെ അവരെ ശീലിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. മക്കളെ നല്ല രീതിയിൽ വളർത്തുവാൻ നമുക്ക് സാധിക്കണം. കുഞ്ഞുണ്ണി മാഷിന്റെ മനോഹരമായ ഒരു കവിതയുണ്ട്. ആ കവിത ഇപ്രകാരമാണ്: വീട് നല്ല വീട്, അച്ഛനുണ്ട് വീട്ടിൽ, അച്ഛനാണ് ദൈവം. വീട് നല്ല വീട്, അമ്മയുണ്ട് വീട്ടിൽ, അമ്മയാണ് ദൈവം. വീട് നല്ല വീട്, സ്നേഹമുണ്ട് വീട്ടിൽ, സ്നേഹമാണ് ദൈവം. ഒരു വീട് നല്ലതാകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. വീട് നല്ല വീട്, അച്ഛനുണ്ട് വീട്ടിൽ, അച്ഛനാണ് ദൈവം. വീട് നല്ല വീട്, അമ്മയുണ്ട് വീട്ടിൽ, അമ്മയാണ് ദൈവം. വീട് നല്ല വീട്, സ്നേഹമുണ്ട് വീട്ടിൽ, സ്നേഹമാണ് ദൈവം. അപ്പൊ അച്ഛനും അമ്മയും ദൈവവും എല്ലാം കൂടെ ചേർന്നാണ് ഒരു വീട് വളരെ ഭംഗിയായി പോകുന്നത്.
മക്കളെ നമ്മുടെ മാതൃക കണ്ടിട്ടാണല്ലോ കുട്ടികൾ വളരുന്നത്. കുട്ടികളെ നല്ല രീതിയിൽ പരിശീലിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ചൈനയിൽ ഒരു തരം മുള വളരുമെന്നാണ് പറയുന്നത്. ആ ഒരു വിശിഷ്ടമായ ഒരു മുള ചൈനയിൽ വളരാറുണ്ട്. ചൈനക്കാർ എന്തിനേയും കഴിക്കുമല്ലോ. മുളം കൂമ്പ് നല്ലതായിട്ട് കഴിക്കുന്നവരായി ചൈനക്കാർ. മുളയുടെ ഏറ്റവും കൂമ്പെടുത്ത് കൂട്ടാൻ വെച്ച് കഴിക്കും. അപ്പൊ മുളങ്കൂമ്പിനെ പറ്റി, ആ മുളയെ പറ്റി ഒരു കാര്യം പറയുന്നത്, ചൈനക്കാർ ഈ മുളയുടെ വിത്തെടുത്ത് പാകും. പാകി ആദ്യത്തെ ദിവസം ആദ്യത്തെ വർഷം വെള്ളമൊഴിക്കും, വളമിടും. പക്ഷേ ഇത് അതുപോലെ തന്നെ നിൽക്കും. രണ്ടാമത്തെ വർഷവും വെള്ളമൊഴിക്കും, വളമിടും, അതേപോലെ തന്നെ നിൽക്കും. ഇങ്ങനെ 5 വർഷങ്ങൾ വെള്ളമൊഴിച്ച് വളമിട്ടാലും ഈ കൂമ്പ് വളരത്തില്ല, അതേപോലെ തന്നെ ചെറുതായിട്ട് നിൽക്കും. പക്ഷെ 5ാമത്തെ വർഷം വെറും 6 ആഴ്ച കൊണ്ട് ഈ മുള 90 അടി ഉയരത്തിലേക്ക് വളരുമെന്ന് പറയും. 5ാമത്തെ വർഷം 6 ആഴ്ച കൊണ്ട് ഈ മുള 90 അടി ഉയരത്തിലേക്ക് വളരും. ഈ മുള വളർന്നത് 6 ആഴ്ച കൊണ്ടാണോ 5 വർഷം കൊണ്ടാണോ? 5 വർഷം കൊണ്ടാണ് ഈ മുള വളർന്നത്. പക്ഷെ ആ മുളയുടെ വളർച്ച നമുക്ക് കാണാൻ സാധിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെയാണ് കുട്ടികളുടെ പരിശീലനം എന്നാണ് പറയുന്നത്. നമ്മുടെ കുട്ടികളുടെ പരിശീലനം ഇതുപോലെയാണ്. പ്രത്യക്ഷത്തിൽ കാണാൻ സാധിച്ചില്ലെങ്കിലും ഭാവിയിൽ അവർ മനോഹരങ്ങളായി നല്ലവരായി മാറണമെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള പരിശീലനം ഉണ്ടായിരിക്കണം, ഇതേപോലുള്ള കെയറിങ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ കുട്ടികളെ വളരെ ശ്രേഷ്ഠമായി വളർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാര്യമാണ്. നമ്മൾ കുട്ടികളെ അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് അവർ വളരട്ടെ. നമ്മൾ പലപ്പോഴും ഈ ഒരു പരാതിയുണ്ട് നമുക്ക്, നമ്മുടെ കുട്ടികൾ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല. കാരണം നമ്മൾ തന്നെയാണ്. ഒരു മനുഷ്യനുണ്ട്, ആ മനുഷ്യൻ വലിയ ബിസിനസ്സുകാരനാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വൈകുന്നേരം ഒരു 10-11 മണിയാകാതെ വീട്ടിൽ വരികയില്ല. അപ്പൊ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇത്രമാത്രം അധ്വാനിക്കുന്നത്? അദ്ദേഹത്തിന്റെ മറുപടി, എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്. ഞാൻ ഈ പണമൊക്കെ സമ്പാദിക്കുന്നത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്, എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയാണ്. അവർക്കൊരു കുട്ടിയുണ്ടായി. ആ കുട്ടിയെ ശരിക്ക് കളിപ്പിക്കുവാനോ ശ്രദ്ധിക്കുവാനോ ഒന്നും ഈ മനുഷ്യന് സമയമില്ല. ഈ മനുഷ്യൻ ഇങ്ങനെ ജോലി ചെയ്ത് പണം സമ്പാദിച്ച് നടക്കുകയാണ്. അവനൊരു 6 വയസ്സായപ്പോൾ ഒരു പന്ത് മേടിച്ചു കൊടുത്തു കുട്ടിക്ക് കളിക്കാൻ. കുട്ടി ഒരു ദിവസം അപ്പനോട് പറഞ്ഞു, ഒരു സമയം അപ്പനെ കണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ കൂടെ വന്നൊന്ന് പന്ത് കളിക്ക്. അപ്പം പറഞ്ഞു, മോനെ എനിക്ക് സമയമില്ല, അവിടെ ഫാക്ടറിയുടെ കാര്യം നോക്കണം. അപ്പനങ്ങ് പോയി. 12 വയസ്സായപ്പോൾ ഒരു സൈക്കിൾ മേടിച്ചു കൊടുത്തു. സൈക്കിൾ മേടിച്ചു കൊടുത്തപ്പം മോൻ അപ്പനോട് പറഞ്ഞു, പപ്പ എന്നെ ഒന്ന് പഠിപ്പിച്ചേ. മോനെ എനിക്ക് സമയമില്ല, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ നോക്കാനില്ലേ. കുട്ടി വളർന്നു, കോളേജിലൊക്കെ പഠിച്ചു, കുട്ടിക്ക് ജോലിയായി കഴിഞ്ഞ ഒരു ദിവസം അപ്പൻ വിശ്രമത്തിലിരിക്കുകയാണ്. അപ്പൻ്റെ അടുക്കൽ മോൻ വന്നു, മോനെ ഇവിടെ ഇരുന്നേ, മോനോട് ഒത്തിരി കാര്യം എനിക്ക് പറയാനുണ്ട്. അപ്പ എനിക്ക് സമയമില്ല, എൻ്റെ കൂട്ടുകാരുടെ കൂടെ കാറിന് കീ കൊടുക്കാൻ ഞാൻ പോകുകയാണ്. പിന്നെ ഈ കുട്ടി ജോലിക്ക് പുറത്തു പോയി, ഇടയ്ക്കിടയ്ക്ക് ഫോണൊക്കെ വിളിക്കും. ഒരു ദിവസം അപ്പൻ പറഞ്ഞു, മോനെ കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പ എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് തീരെ സമയമില്ല. അപ്പനെ കാണണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് അങ്ങോട്ട് വരാൻ സമയമില്ല. എന്താ? നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുത്തിട്ടില്ല. നമ്മൾ അവർക്ക് വേണ്ടി ധാരാളം പണം സമ്പാദിച്ചു, ധാരാളം സമ്പത്ത് കൂട്ടിവെച്ചു. ചോദിച്ചാൽ പറയും, എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം ഉണ്ടാക്കിയത്. മക്കൾക്ക് പണം ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമില്ല. മക്കൾക്ക് സ്നേഹവും അവരോട് ഇടപെടുവാൻ കുറച്ച് സമയവും കണ്ടെത്തണം. എന്നാൽ മാത്രമേ നമ്മുടെ വാർദ്ധക്യത്തിലും നമ്മുടെ കൂടെ ചെലവഴിക്കുവാൻ സമയം അവർ കണ്ടെത്തുകയുള്ളൂ. അപ്പൊ നമ്മുടെ ഒരു പരാതിയാ, എന്നെ നോക്കുന്നില്ല. കാരണം എന്താ? നിങ്ങൾ അവർക്ക് വേണ്ടി സമയം ചെലവഴിച്ചോ? നമ്മളുടെ പണസമ്പാദനം മാത്രമല്ല ഒരു കുടുംബജീവിതത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. കുടുംബജീവിതം വിജയിക്കണമെന്നുണ്ടെങ്കിൽ പരസ്പരം ആശയവിനിമയം നടത്തി പരസ്പരം സംസാരിക്കുവാൻ വേണ്ടി സമയം കണ്ടെത്തണം. എന്നാൽ മാത്രമേ ഈ കുടുംബജീവിതം വളരെ ശ്രേഷ്ഠമായി തീരുകയുള്ളൂ. നല്ല ആശയവിനിമയം ഉണ്ടാകണം കുടുംബജീവിതത്തിൽ. റിംഗ് ലാഡർ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ നാടകൃത്ത്
അദ്ദേഹത്തിൻ്റെ ഒരു നാടകത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഒരു മനുഷ്യനോടൊരു ചോദ്യം, താങ്കൾ വിവാഹിതനാണോ? അപ്പോൾ അവൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയാവോ? ഞാൻ വിവാഹിതനാണോ അല്ലയോ എന്നെനിക്കറിയില്ല, പക്ഷേ എൻ്റെ കൂടെ ഒരു സ്ത്രീ താമസിക്കുന്നുണ്ട്, അവരുടെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതൊരു നാടകമാണ്. ഇതിന്റെ സത്യം എന്താണെന്നറിയാവോ? താങ്കൾ വിവാഹിതനാണോ? ചോദ്യത്തിന്റെ ആൻസർ, ഞാൻ വിവാഹിതനാണോ അല്ലയോ എന്നെനിക്കറിയില്ല, എൻ്റെ കൂടെ ഒരു സ്ത്രീ താമസിക്കുന്നുണ്ട്, അവളുടെ പേരെനിക്കറിയത്തില്ല. ഭർത്താക്കന്മാർക്ക് ഭാര്യമാരുടെ പേരൊക്കെ അറിയാം, പക്ഷെ അവരുടെ വികാര വിചാരങ്ങളെ മനസ്സിലാക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. തുറന്ന സംഭാഷണത്തിൽ കൂടി പരസ്പരം മനസ്സിലാക്കുവാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ വിവാഹ ജീവിതം വളരെ മനോഹരമായി മാറുകയുള്ളൂ. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ പേരറിയാം, വീടറിയാം, നാടറിയാം. ഭർത്താവിൻ്റെ വികാര വിചാരങ്ങളെ ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കുടുംബജീവിതം വളരെ തകർന്നതായിരിക്കും. അതുകൊണ്ട് ഭവനത്തിൽ പരസ്പരം ആശയവിനിമയം നടത്തുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഡൈനിങ് ടേബിൾ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ സംസാരിക്കുവാനുള്ള സമയമായിട്ട് നമ്മൾ കണ്ടെത്തണം. നമ്മൾ മനുഷ്യനെല്ലാം ഇന്ന് ഒറ്റപ്പെട്ട തുരുത്തു പോലാണ് ജീവിക്കുന്നത്. പരസ്പരം സംസാരിക്കുവാൻ സമയമില്ല, പ്രശ്നങ്ങളെ ഷെയർ ചെയ്യുവാനുള്ള സമയമില്ല, മറ്റൊരു മനുഷ്യന്റെ വികാര വിചാരങ്ങളെ മനസ്സിലാക്കുവാൻ സമയമില്ല. അത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. മറ്റൊരാളെ, നമ്മുടെ കൂടെ താമസിക്കുന്ന ആളിനെയെങ്കിലും ശരിയായ രീതി മനസ്സിലാക്കുവാനും അവരുടെ കാര്യങ്ങളെ മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കണ്ടായോ? ഒരു പൊട്ടിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവയുടെ ഭർത്താവ് സ്നേഹമുള്ളവനൊക്കെയാണ്. പക്ഷേങ്കിൽ ഒരു ദിവസം വഴിയിൽ കൂടി ഒരു സാരി വിൽപ്പനക്കാരൻ പോയി കഴിഞ്ഞപ്പോൾ ഈ പൊട്ടി അങ്ങോട്ട് കൈ ചൂണ്ടി കാണിച്ചു. ഉടനെ ഈ ഭർത്താവ് സ്നേഹമുള്ളവനായതുകൊണ്ട് ഉടനെ തന്നെ ഒരു സാരി മേടിച്ചു കൊടുത്തു. അടുത്ത ആഴ്ച വീണ്ടും ഇയാൾ പോയപ്പോൾ അവൾ കൈകൂട്ടി കാണിച്ചു, വീണ്ടും അത് തന്നെ മേടിച്ചു കൊടുത്തു. ഇങ്ങനെ എപ്പോഴും മേടിച്ചു കൊടുക്കുകയാണ്. പക്ഷെ ഇവള് പറയാൻ ഉദ്ദേശിക്കുന്നത് അതൊന്നും അല്ലായിരുന്നു. അപ്പം നമ്മൾക്ക് അവളുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും മനസ്സിലാക്കാൻ കഴിയാതെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ച് കൊടുക്കുകയാണ്. അതുകൊണ്ടൊരു സംതൃപ്തിയോ സമാധാനമോ സന്തോഷമോ കിട്ടുമെന്ന് ഉറപ്പ് പറയുവാൻ സാധിക്കുകയില്ല. അപ്പൊ കുടുംബജീവിതം വിജയിക്കണമെങ്കിൽ ആശയവിനിമയം നല്ലതായിട്ടുണ്ടായിരിക്കണം. ആശയവിനിമയത്തോടൊപ്പം തന്നെ അഭിനന്ദനം ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രയാസമുള്ള, എൻ്റെ കാര്യത്തിലും ഇത് തന്നെ ശരിയാണ്, ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ് നല്ലതെന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. എന്ത് നല്ലത് കണ്ടാലും അതിനെ നല്ലതെന്ന് പറയുവാനുള്ള ഒരു മനസ്സ്, വീട്ടിലെ ഒരു ഭാര്യ ഒരു നല്ല കാര്യം ചെയ്താൽ ഓക്കെ വെരി ഗുഡ് എന്ന് പറയുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുന്നില്ലെന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ നല്ലതാണെന്ന് കേൾക്കുവാൻ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞാൽ അതിനെ സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എപ്പോഴും ഞാനത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് പൈസ കൊടുക്കുന്ന കാര്യത്തിലും പിശുക്ക, നല്ല വാക്കുകൾ പറയുന്ന കാര്യത്തിലും നമ്മൾ വളരെ പിശുക്കന്മാരാണ്. അപ്പം നല്ല നല്ല വാക്കുകൾ പറയുവാൻ നമുക്ക് സാധിക്കണം. ഭവനം വളരെ ഭംഗിയായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വളരെ നല്ല വാക്കുകൾ പറയുവാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഒരു ഭവനത്തിൽ നമ്മൾ താമസിക്കുമ്പോൾ ഞാനെന്നുള്ള ഭാവം മാറ്റി എല്ലാവരും ഒന്നാണെന്നുള്ള ചിന്തയിൽ താമസിക്കുവാൻ നമുക്ക് സാധിക്കണം. ബോബി ജോസ് കട്ടിക്കാട് എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ട്. അച്ഛൻ്റെ പുസ്തകം വളരെ മനോഹരമാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഞാനെന്ന ഭാവത്തെ പറ്റി പറയുമ്പോൾ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. ഒരു മനുഷ്യൻ വഴിയിൽ കൂടി യാത്ര ചെയ്തപ്പോൾ ഒരു ഭിക്ഷക്കാരനെതിരെ വന്നു. പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ പറഞ്ഞു ഇവിടെ ഒന്നുമില്ലെന്നും പറഞ്ഞ് എന്നെ അങ്ങ് വിട്ടു. അതിനെന്താ, നീ വാ, വീട്ടിലോട്ട് വാ. ഭിക്ഷക്കാരനെ വിളിച്ചോണ്ട് ഈ മനുഷ്യൻ വീട്ടിലേക്ക് ചെന്നിട്ട് ഈ മനുഷ്യൻ ചെയ്തെന്താ അറിയാം, വീടിന്റെ ചാരുകസേരയിൽ കയറിയിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരുന്നു. അപ്പം ഭിക്ഷക്കാരൻ പറഞ്ഞു, എല്ലാം പിച്ച തരണമേ. അന്നേരം ഇവിടെ ഒന്നുമില്ല. അപ്പം ഭിക്ഷക്കാരൻ പറഞ്ഞു, ഇത് തന്നെയല്ലേ നിങ്ങളുടെ ഭാര്യയും പറഞ്ഞത്? അത് അവളല്ലല്ലോ പറയേണ്ടത്, ഞാനല്ലേ പറയേണ്ടത്, അതിനാ നിന്നെ വിളിച്ചോണ്ട് വന്നു. അപ്പൊ ഈ ഒരു ഭാവമാണ് നമ്മളെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും സന്തോഷത്തോടും കൂടി നമ്മുടെ കുടുംബങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. കുടുംബത്തിൽ
നല്ല കാര്യം ചെയ്യുമ്പോൾ അവരെ അഭിനന്ദിക്കുവാൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാം, പരിശുദ്ധനായ പൗലോസ്ലീഹയൊക്കെ പലപ്പോഴും ലേഖനം എഴുതുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, ആദ്യം അവരെ പ്രൈസ് ചെയ്ത് പറഞ്ഞിട്ട് മാത്രമേ അവരുടെ കുറവുകളെ എടുത്ത് കാണിക്കത്തുള്ളൂ. അല്ലെ, ആദ്യമേ തന്നെ ഒരു മനുഷ്യന് എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും ആദ്യമേ തന്നെ ആ കുറവിനെ എടുത്ത് നിരത്താൻ നിന്നാൽ നിങ്ങളെ കേൾക്കാൻ അയാൾ തയ്യാറാകുകയില്ല. മറിച്ച് അയാളുടെ നന്മവശങ്ങളെ എടുത്ത് കാണിച്ചതിന് ശേഷം അവരുടെ കുറവുകളെ പറയാൻ ശ്രമിച്ചാൽ അദ്ദേഹം നിങ്ങളെ കേൾക്കാൻ ശ്രദ്ധിക്കും. പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ. നമ്മൾ ആദ്യം തന്നെ അവരെ വിമർശിക്കുന്ന സ്വഭാവക്കാരാണ്, കുറവുകളെ എടുത്ത് കാണിക്കുവാനാണ് ശ്രദ്ധിക്കുന്നത്. ഓഫീസിൽ ചെന്നപ്പോഴാണ് ശമുവേൽ തൻ്റെ ഭാര്യയെ വിളിച്ചു പറയുന്നത്, ഇന്ന് എൻ്റെ സുഹൃത്ത് രവീന്ദ്രനും ഭാര്യയും കുട്ടികളും നമ്മുടെ വീട്ടിൽ വരും, നീ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം. ഭാര്യ പ്രാളപ്പെട്ടു പോയി. കാരണം രാവിലെ 9 മണിക്ക് ആണ് വിളിച്ചു പറയുന്നത് വൈകിട്ട് അവർ ഭക്ഷണത്തിന് വരുമെന്ന്. ഒരു സാധനം പോലും മേടിച്ചിട്ടില്ല. കരണ്ടും അങ്ങ് പോയി. എന്തു ചെയ്യും? എന്തായാലും ഭർത്താവ് പറഞ്ഞതല്ലേ, വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് ചന്തയിൽ പോയി വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് വന്നു. വളരെ നല്ലതായിട്ട് ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി. 6 മണിയായപ്പോഴത്തേക്ക് രവീന്ദ്രനും ഭാര്യയും കുട്ടികളും വന്നു. ഹാർദവമായി സ്വീകരിച്ചു. അവരെല്ലാം അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞിട്ട് ഭക്ഷണമേശയിലേക്ക് പോകുകയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ രവീന്ദ്രൻ ആദ്യമേ ഇറച്ചിയെടുത്ത് കഴിച്ചിട്ട് പറഞ്ഞു, ഇത് വളരെ മനോഹരമായിരിക്കുന്നല്ലോ, ആരാ ഇതുണ്ടാക്കിയത്? അപ്പോൾ ഭാര്യ പറഞ്ഞു, ശമൂവേലിൻ്റെ ഭാര്യ പറഞ്ഞു, ഇത് കളിയാക്കാതെ ഞാനാ ഉണ്ടാക്കിയത്. അപ്പോൾ രവീന്ദ്രൻ്റെ ഭാര്യ പറഞ്ഞു, കളിയാക്കുകയല്ല, ഇത് വളരെ മനോഹരമായിരിക്കുന്നു. അല്പനേരം കഴിഞ്ഞ് ചപ്പാത്തി എടുത്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് വളരെ സോഫ്റ്റ് ആയിരിക്കുന്നല്ലോ, ഇത്ര മനോഹരമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാമോ? അവസാനം ഐസ്ക്രീം എടുത്തു കഴിഞ്ഞപ്പോൾ കുട്ടികൾ പറഞ്ഞു, ചേച്ചിയുടെ ഐസ്ക്രീം വളരെ മനോഹരമായിരിക്കുന്നു, ഇത്ര നല്ലൊരു ഐസ്ക്രീം ഞങ്ങൾ കഴിച്ചിട്ടില്ല. വിരുന്നുകാർ വീട്ടിൽ പോയി. വിരുന്നുകാർ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഈ ഭാര്യ നിന്നുകൊണ്ട് കരയുകയാണ്. ഭാര്യ നിന്നുകൊണ്ട് കരയുന്നത് എന്തിനാ? അപ്പൊ മോള് വന്ന് പറഞ്ഞു, പപ്പ, നമ്മുടെ അമ്മ കിടന്ന് കരയുന്നു, ഒന്ന് ചോദിച്ചു എന്താന്ന്. അമ്മയുടെ അടുക്ക ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? ഒന്നുമില്ല, സാരമില്ല. വീണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഇത്രയും നാളും ഇത്രയും നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഇത് നല്ലതാണ്? നമ്മൾ ഇത്രയും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് വർഷങ്ങളായിട്ടും ഇതുവരെ ഒരു അഭിനന്ദനവും ആ വീട്ടിലെ ആരും തന്നെ പറഞ്ഞിട്ടില്ല. പക്ഷെങ്കിൽ അന്ന് വിരുന്നിന് വന്ന അവര് ഇവളെ പ്രൈസ് ചെയ്തിട്ടാണ് പോയത്. അപ്പൊ ആവശ്യമായ അഭിനന്ദനങ്ങൾ കൊടുക്കണം. അഭിനന്ദനങ്ങൾ കൊടുക്കുമ്പോൾ കൂടുതൽ നല്ലതായിട്ട് വർക്ക് ചെയ്യും. വിമർശിക്കേണ്ടെന്നല്ല, വിമർശനം വേണ്ടിയെടുത്ത് വിമർശനവും അഭിനന്ദനം വേണ്ടിയെടുത്ത് അഭിനന്ദനവും കൊടുക്കുമ്പോൾ ക്രിയാത്മകമായി പ്രവർത്തിക്കുവാൻ കഴിയും. ഞാൻ പറഞ്ഞ എലിസബത്ത് സക്കറിയ ദമ്പതിമാരുടെ ജീവിതത്തിൽ അവരെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരായിരുന്നെങ്കിലും ചില വൈഷമ്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായി. അവരതിനെ തരണം ചെയ്തത് പ്രാർത്ഥന എന്ന ആയുധം കൊണ്ടായിരുന്നു. നമ്മുടെ ഭവനങ്ങൾ ഏത് പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയാലും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ കൂടെയുണ്ടോ, ആരാധനയിലും പ്രാർത്ഥനയിലും കൂടി ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ടോ, നമ്മൾക്കതിനെ തരണം ചെയ്യുവാൻ സാധിക്കും. 2, സ്നേഹപൂർവമായ ത്യാഗപൂർവമായ സ്നേഹം ഒരു കുടുംബജീവിതത്തിൻ്റെ വിജയത്തിന് ഏറ്റവും ആവശ്യമാണ്. യേശുക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാർ ഭാര്യയെ സ്നേഹിക്കണം. തൻ്റെ ശരീരത്തെ എന്ന പോലെ പരസ്പരം സ്നേഹിക്കാൻ കഴിയണം. ബലഹീനതകളോ കുറവുകളോ വകവെക്കാതെ അവരുടെ ബലഹീനതയിൽ തന്നെ അവരെ സ്നേഹിക്കുവാൻ കഴിയുമ്പോഴാണ് കുടുംബം വളരെ ശ്രേഷ്ഠമായി മാറുന്നത്. നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തേണ്ടത് ഏറ്റവും ആവശ്യമാണ്. മക്കൾ നല്ല രീതിയിൽ വളരണമെന്നുണ്ടെങ്കിൽ കുടുംബം എല്ലാ രാവിലെയും വൈകിട്ടും നിർബന്ധമായും പ്രാർത്ഥിക്കുന്ന കുടുംബമായിരിക്കണം. നമ്മുടെ കുടുംബത്തിൽ അഭിനന്ദിക്കുവാൻ നമ്മൾ മറക്കരുത്.
ആശയവിനിമയങ്ങൾ കുടുംബജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബം വളരെ ശ്രേഷ്ഠമായി തീരുന്നത്. നമ്മുടെ കുടുംബം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി തീരുവാൻ ദൈവത്തിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ദൈവം ചൊരിഞ്ഞു തരുമാറാകട്ടെ. പ്രാർത്ഥനയും സ്നേഹവും ആരാധനയും ഉള്ള ഒരു നല്ല കുടുംബം നയിക്കുവാൻ ദൈവം നമ്മളെ